അശ്വിൻ സാർ, ഞാൻ ഓഡിബിൾ അല്ലേ? സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ 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 അപ്പോൾ ഗുഡ് ഈവനിങ് എവരിവൺ. ഐ എം അഡ്വക്കേറ്റ് മഞ്ജു മനോഹർ. ആൻഡ് ഇന്ന് ഈ ഒരു സിവിൽ ജഡ്ജ് പ്രീ ഓറിയന്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നമ്മുടെ ഈ ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് ഒരു സിവിൽ ജഡ്ജ് പരീക്ഷ എങ്ങനെ ക്രാക്ക് ചെയ്യാം, അത് എങ്ങനെ ഒരു സിവിൽ ജഡ്ജ് ആകാം, അതിൽ എന്തൊക്കെ കടമ്പകൾ കടക്കണം, എങ്ങനെയൊക്കെയാണ് ആ പരീക്ഷയെ നേരിടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ഓവറോൾ ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്ഹോക്ക് ലേണിംഗ് ഇങ്ങനെ ഒരു സിവിൽ ജഡ്ജ് പ്രീ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് വി ഹാവ് 2 ഗ്രേറ്റ് മെന്റേഴ്സ് ഹിയർ. അഡ്ഹോക്ക് ലേണിംഗിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 മെന്റേഴ്സ് ആണ് ഇന്ന് ഈ ക്ലാസ് നയിക്കുന്നതിന് നമുക്കുള്ളത്. ആൻഡ് ദ ഫസ്റ്റ് പേഴ്സൺ ഈസ് അഡ്വക്കേറ്റ് അശ്വിനെ, ഞങ്ങളുടെയൊക്കെ അശ്വിൻ ചേട്ടൻ. ആൻഡ് അശ്വിൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ he graduated in MSc Mathematics and MA Political Science, and after that he completed his LLB. And teaching field for the past 10 years he has been in the teaching field, and he have a vast experience in that field. And he has cleared several PSC exams, including Assistant Prison Officer, Fire and Rescue Officer, LDC, IRB, Sub Inspector, Assistant Jailer, and Excise Inspector. And all ഈ ഇത്രയും പരീക്ഷകൾ ട്രാക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് കൃത്യമായ ധാരണ നമുക്ക് ഓരോ പരീക്ഷയെ പറ്റി തരാൻ തീർച്ചയായിട്ടും പക്ഷേ സാധിക്കും. ആൻഡ് അത് മാത്രമല്ല, മഞ്ജുക്കിലെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്കൊന്ന് വീഡിയോ മറ്റു പല എക്സാമുകളും ട്രാക്ക് ചെയ്യുകയും അതിന് കൃത്യമായി മറ്റ് ക്ലാസുകൾ എടുത്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അശ്വിൻ ചേട്ടൻ. ഇന്ന് അശ്വിൻ ചേട്ടനെ ഈ ഒരു ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയ ഭാഗ്യമാണ്. ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് എവറി class is Advocate Aishwarya S. And talking about Advocate Aishwarya, she's a guest faculty at Government Law College. Okay. Okay. ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. ബ്രേക്ക് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കണം. മഞ്ജുക്കിലെ കേൾക്കാവോ? കേൾക്കാം. വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിച്ചോളൂ. എനിക്ക് തോന്നുന്നു അപ്പം വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. സോ മഞ്ജുക്കിലെ ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്, അപ്പം ഞാൻ എടുക്കുന്നുണ്ട്. മഞ്ജുക്കിലെ ഞാൻ കേറിയിട്ടുണ്ട്. ഓക്കെ. യെസ്. സോ
എന്നെ കുറിച്ച് കുറച്ച് മഞ്ജു വക്കീൽ പറഞ്ഞിട്ടുണ്ടാവും, സ്ലൈഡ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ ഐശ്വര്യ മിസ് ആണ് നിങ്ങൾക്ക് മറ്റ് കുറച്ച് സെഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജിലെ ഇപ്പം ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിൽ, സിവിൽ ജഡ്ജ് മേഖലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു മിസ്സാണ്. കഴിഞ്ഞൊരു 4ഓളം പ്രാവശ്യമായിട്ട് നമ്മുടെ ജുഡീഷ്യൽ സർവീസസ് എക്സാംസ് എഴുതുകയും അത് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2023-ലും 2024-ലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. 4ഓളം പ്രാവശ്യം ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്രയും പ്രാവശ്യം അതിനകത്ത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇപ്പോഴും മിസ് അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും അത് വിട്ടുകളയുന്ന ഒരാളല്ല. ഹോപ്പ്ഫുള്ളി അധികം വൈകാതെ തന്നെ നമുക്ക് ഒരു ജുഡീഷ്യൽ സർവീസിൽ കയറുന്ന ഒരാളായിട്ട് മാറാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് യാതൊരു സംശയമില്ല. അപ്പൊ അവരും ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ നമുക്കിപ്പം എന്റെ സെഷനിലേക്ക് കിടക്കാം. എന്റെ പേര് അശ്വിൻ എ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചു പേർക്കൊക്കെ അറിയാം എന്ന് ഞാൻ വിചാരിക്കും. നമ്മുടെ ലീഗൽ അസിസ്റ്റന്റിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ കാണുന്നുണ്ട്. അവരുടെ പേരുകളൊക്കെ കാണുമ്പോൾ സന്തോഷം. സോ കുറെ പേർക്ക് അത് കാരണം കൊണ്ട് അറിയുന്നവരുണ്ട്, ഒട്ടും എന്നെ അറിയാത്തവരും ഉണ്ടാവാം. സോ ഞാൻ തൃശ്ശൂര് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു, അഡ്വക്കേറ്റ് ആണ്. ഓൾറെഡി മഞ്ജു വക്കീൽ പറഞ്ഞതുപോലെ ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു. അതിൽ നിന്നും ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്തത്. ദെൻ ഇപ്പൊ തൃശ്ശൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അതിനോടൊപ്പം തന്നെ അഡ്വോക്ക് ലേണിംഗിന്റെ മെന്റർ എന്നുള്ള രീതിയിൽ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സോ അതിന് മുമ്പേ തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ക്ലാസ്സസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാസ് എടുക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാലത്ത് ടീച്ചർ ആവണം എന്നായിരുന്നു ആഗ്രഹിച്ചുകൊണ്ടിരുന്നിരുന്നത്, അധ്യാപകനാവണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷെ പിന്നീടെന്നോ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വന്നു വക്കീലാവണം എന്ന്. അപ്പൊ നമ്മുടെ വിക്രമാദിത്യൻ സിനിമയിൽ പറയുന്ന പോലെ പോലീസ് ആവണോ കള്ളനാവണോ എന്ന് ചോദിച്ചപ്പോ പോലീസായ രണ്ടും ആവാം എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ അഡ്വക്കേറ്റ് ആയ രണ്ടും ആവാം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ തെരഞ്ഞെടുത്ത് തിരിച്ച് ഒരു ജോലി ഉണ്ടായിരുന്ന സർക്കാർ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, സോ ഇത്രയും മതി. നമുക്ക് നേരെ സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഒന്നുകൂടി അഡ്വോക്ക് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. സോ വൈ ജുഡീഷ്യറി? നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ട് നമ്മൾ ജുഡീഷ്യറി ചൂസ് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുന്നത്, അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ എന്താണ്, കരിയർ ഗ്രോത്ത് എന്താണ്, അത് ഞാൻ പറയാതെ തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ല ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ. സോ ഇതാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സോ അതാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരുപാട് പേർക്ക് എന്തുണ്ട്, ഈ ആഗ്രഹമുണ്ട് അല്ലെ. ഒരുപാട് പേർക്ക് ഇതിനു വേണ്ടി സിവിൽ ജഡ്ജ് ആവണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. UPSC എക്സാമുകൾ, സിവിൽ സർവീസ് എക്സാം എഴുതി പാസ്സാവണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട് അല്ലെ, അങ്ങനെയുള്ളവരുണ്ട്. വലിയ വലിയ എക്സാമുകൾ എഴുതണം, വലിയ വലിയ പോസ്റ്റുകളിൽ എത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കൂട്ടത്തിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എല്ലാവരും ആവുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അല്ലെ, വലിയൊരു ചോദ്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യമാണ് ഏകദേശം 7-8 പേരാണ് മുനിസിപ്പൽ മജിസ്ട്രേറ്റിന്റെ വേക്കൻസി ഉണ്ടായിരുന്നത്, വളരെ കുറച്ച് മാത്രം. ആ വേക്കൻസി എന്ത് ചെയ്യാൻ പറ്റി, ഫിൽ ചെയ്യാൻ മാത്രമുള്ള ആൾക്കാരെ മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അതിന് മുമ്പത്തെ പ്രാവശ്യമാണെങ്കിൽ കുറച്ചധികം പേരെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു, കൂടുതൽ ആൾക്കാർക്ക് റിക്രൂട്ട് ചെയ്തു. വരും വർഷങ്ങളിലും അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ചില വർഷങ്ങൾ കൂടുതൽ വേക്കൻസികൾ ഉണ്ടാവാം, ചില വർഷങ്ങളിൽ വേക്കൻസി കുറവായിരിക്കാം. സോ എന്ത് തന്നെയായാലും ജുഡീഷ്യൽ സർവീസസ് എക്സാം ആയിക്കോട്ടെ, UPSC IAS പോലെയുള്ള UPSC സിവിൽ സർവീസസ് എക്സാംസ് ആയിക്കോട്ടെ, ഇതെല്ലാം കമ്പയർ ചെയ്യാൻ പറ്റാവുന്ന എക്സാമുകൾ അല്ലെ, അല്ലെങ്കിൽ RBIയുടെ എക്സാമുകൾ, സെബിയുടെ എക്സാമുകൾ, അങ്ങനെ വലിയ വലിയ എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുകയും എന്നാൽ വളരെ കുറച്ചു പേര് മാത്രം അതിലേക്ക് അച്ചീവ് ചെയ്യുകയും ചെയ്തു. എന്താ ഡിഫറൻസ്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? സോ ആ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ആ മേഖലയിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ എന്താണ് ഡിഫറൻസ്? ഡിഫറൻസ് വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ പൗലോ കൊയ്ലോ പറയുന്നത് പോലെ നമ്മളൊരു ആഗ്രഹത്തെ മുറുകി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുമെങ്കിൽ പോലും കൂടെ പിടിച്ചാൽ മാത്രം പോരാ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ മാത്രം പോരാ. അതിനുവേണ്ടി എത്രത്തോളം എഫേർട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, എത്ര എഫേർട്ട് നിങ്ങൾ എടുക്കും, അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആരെല്ലാം ഈ സർവീസിൽ കയറുന്നു, ആരെല്ലാം സർവീസിൽ കയറുന്നില്ല എന്നുള്ളത്. സോ സിംപ്ലി സ്പീക്കിംഗ്, ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത്, ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്ത് ഊണും ഉറക്കുമില്ലാതിരുന്ന് രാപ്പകൽ മാറ്റമില്ലാതെ ഇരുന്ന് പഠിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ ആൾക്കാരാണ് കേരള ജുഡീഷ്യൽ അക്കാദമിയിൽ വന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ ബെഞ്ചിലേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ അതിലൊരാളായിട്ട് നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? ഡെഫിനറ്റ്ലി നിങ്ങൾ ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യണം.
അല്ലാതെ നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഭാഗ്യമില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഡെയിലി 2 മണിക്കൂർ പഠിച്ചാൽ മതിയോ. പലരും ചോദിക്കാറുണ്ട് 2 മണിക്കൂർ പഠിച്ചാൽ മതിയോ, ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ഡെയിലി 2 മണിക്കൂർ പഠിക്കാം, അങ്ങനെ അങ്ങോട്ട് പോയാലോ, അല്ലെങ്കിൽ 3 മണിക്കൂർ പഠിക്കാം, അല്ലെങ്കിൽ സൺഡേ സാറ്റർഡേ മാത്രം പഠിക്കാം. അങ്ങനെ പല രീതിയിൽ സംശയങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. സോ സിംപ്ലി ഇത്രയേ ഉള്ളൂ, മാക്സിമം ഏതെല്ലാം സമയങ്ങളിൽ എപ്പോഴെല്ലാം പഠിക്കാൻ പറ്റുമോ അപ്പോഴെല്ലാം പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു ആൻസർ ഉള്ളത്. കിട്ടാവുന്ന മാക്സിമം ടൈം, കിട്ടാവുന്ന മാക്സിമം എഫേർട്ട് നമ്മൾ ഇതിലേക്ക് എടുക്കുക. കാരണം എന്താ, നമ്മുടെ ലൈഫ് ഡിറ്റർമിൻ ചെയ്യുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് എത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ശരിയല്ലേ? സോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കിട്ടാവുന്ന സമയം മുഴുവനായിട്ടും അതിലേക്ക് ഇടുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അല്ലാതെ നമ്മുടെ ഭാഗത്തുനിന്ന് വർക്ക് ചെയ്യാതെ നമ്മുടെ ആഗ്രഹം മാത്രം കൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ ആഗ്രഹമല്ല, നമ്മുടെ ആഗ്രഹത്തെക്കാൾ കൂടുതൽ നമ്മുടെ ആഗ്രഹത്തിനെ പോലും തോൽപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ വർക്ക് ചെയ്യണം. ആഗ്രഹം തോറ്റു പോകണം നമ്മുടെ മുമ്പിൽ. ആഗ്രഹം ഒരു സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വർക്ക് അതിനേക്കാൾ വലിയ മികച്ച വർക്കുകൾ, എഫേർട്ടുകൾ എടുക്കുന്ന സമയത്ത് ഹാൻഡ് ഇൻ ഹാൻഡ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഏതൊരു വലിയൊരു എക്സാമും നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതിനെന്ത് വേണം? ടൈം വേണം, പ്രോപ്പർ ഗൈഡൻസ് വേണം, പ്രോപ്പർ സ്ട്രാറ്റജി വേണം. സ്ട്രാറ്റജി ഇല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് PSC എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വർഷങ്ങളോളം പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും PSC പഠിക്കുന്നു, പിന്നെയും PSC പഠിക്കുന്നു. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് PSC പഠിക്കും, പഞ്ചവത്സര പദ്ധതി പോലെ ഇങ്ങനെ PSC പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നിട്ടും കിട്ടുന്നില്ല. വൈ? ദ ഡിഫറൻസ് ഈസ് സ്ട്രാറ്റജി ഇല്ല. കൃത്യമായിട്ട് സ്ട്രാറ്റജൈസ്ഡ് ആയിട്ട് പഠിക്കണം. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പണ്ടത്തെ പോലും അല്ല. നമുക്കറിയാം, പണ്ട് ജുഡീഷ്യറിയിൽ വന്നു കഴിഞ്ഞാൽ, നമ്മളൊരു അഡ്വക്കേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെടണമെങ്കിൽ മിനിമം നമ്മളെപ്പോഴും പറയും ഒരു 8 to 10 years എങ്കിലും പിടിക്കും, അല്ലെങ്കിൽ 15 years എങ്കിലും പിടിക്കണം, എന്നാൽ മാത്രമേ എന്തെങ്കിലും ആവുള്ളൂ, 4 ആൾക്കാരെ അറിയുള്ളൂ. സോ ഇതങ്ങനെയല്ല, മോഡേൺ വേൾഡ് ആണ് അല്ലെ. നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. നമുക്കറിയാം, വളരെ മിനിമൽ പീരീഡ് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്താനും പറ്റുന്നുണ്ട് അല്ലെ. നമ്മളൊരു അഡ്വക്കേറ്റ് ആണെന്ന് അറിയാൻ പണ്ട് കാലത്താണെങ്കിൽ കുറെ നാൾ പിടിക്കും നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളൊക്കെ അറിഞ്ഞുതരാൻ. ഇന്നിപ്പോ 2 സ്റ്റാറ്റസ് മതി, അല്ലെങ്കിൽ 2 സ്റ്റോറി ഇട്ടാൽ മതി, നാട്ടുകാരൊക്കെ അറിഞ്ഞു. നമ്മൾ എൻറോൾ ചെയ്യുന്ന ദിവസം മുതലേ എല്ലാവരും അറിയാണ് നമ്മൾ അഡ്വക്കേറ്റ് ആണെന്നും വക്കീലാണെന്നും മറ്റു കാര്യങ്ങൾ അല്ലെ. സോ ഇന്നത്തെ കാലത്ത് അതുപോലെ തന്നെ സ്റ്റഡീസ് ചെയ്യാൻ അതുപോലെ തന്നെയുണ്ട്. പണ്ടാണെങ്കിൽ ലൈബ്രറിയിൽ പോയിട്ട് ഒരുപാട് ഒരു ബുക്കുകളെല്ലാം സെർച്ച് ചെയ്ത് ഒരുപാട് സമയം ഒരു കേസ് ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്ത് ചെയ്താൽ മതി, കീവേഡുകൾ വെച്ച് സെർച്ച് ചെയ്താൽ മതി, നമുക്ക് കിട്ടും, ശരിയല്ലേ? ഇന്ന് ChatGPT പോലെയുള്ള ഒരുപാട് മാർഗങ്ങൾ നമുക്കുണ്ട് അല്ലെ. ChatGPTയും ജെമിനിയും അതുപോലെ തന്നെ പെർപ്ലക്സിറ്റിയും ഒരുപാട് AI ടൂളുകളുണ്ട്. ഈ AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റിസർച്ചുകൾ അടിപൊളിയാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ അത് കാരണമാണ് ഞാൻ പറയുന്നത്, യാതൊരു സംശയം വേണ്ട, ഈസിലി നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു ഡിജിറ്റൽ എറയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫാസ്റ്റ് മൂവിങ് വേൾഡില് പഠിച്ചെത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സോ റിസോഴ്സസ് ആർ ദർ, എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കിട്ടും, വാരി വലിച്ച് പഠിക്കും. പക്ഷെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് എന്തിലാണ്? സ്ട്രാറ്റജിയിലാണ്. സ്ട്രാറ്റജി ഇല്ലാതെ നമുക്ക് ഈ കിട്ടുന്ന കാര്യങ്ങളെല്ലാം എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. യൂട്യൂബിൽ നിന്ന് കുറെ കണ്ടന്റുകൾ കിട്ടുന്നു, അല്ലെങ്കിൽ ChatGPT നോക്കി കുറെ സാധനങ്ങൾ കിട്ടുന്നു, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നു, കുറെ ബുക്കുകൾ കിട്ടുന്നു, മാർക്കറ്റിൽ കിട്ടാത്ത ബുക്കുകളില്ല. പക്ഷെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു വിഗറുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആരുടെ ആവശ്യമില്ല, ഒരു മെന്ററുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്രയും വലിയൊരു എക്സാം ആയതുകൊണ്ടും ഇത്രയും കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ടും ഒരുപാട് പേര് പഠിക്കുന്നത് കൊണ്ടും സ്ട്രാറ്റജി മനസ്സിലാക്കി പഠിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ളപ്പോൾ അവരോട് കോമ്പറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം, നമ്മളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അതിനോടൊപ്പം തന്നെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ ആ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അഡ്ഹോക്ക് ലേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യത്തെ ഒരു സ്റ്റൈലിനകത്ത് വൈ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആൻസറുകളായിരിക്കും. നിങ്ങളുടെ മനസ്സിലാണ് വൈ ജുഡീഷ്യറി എന്നുള്ളതിന്റെ ആൻസർ വരുന്നത്. പലർക്കും പലതായിരിക്കും കാരണം. ചിലപ്പോൾ പ്രസ്റ്റീജ് ആയിരിക്കാം, ചിലപ്പോൾ പവർ ആയിരിക്കാം, ചിലപ്പം സമൂഹത്തിനോട് നമുക്ക് ഉള്ള പ്രതിബദ്ധതയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കോടതിയിൽ പോകുന്ന സമയത്ത് ജഡ്ജസിനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ മുനിസിപ്പൽ മജിസ്ട്രേറ്റുമാരെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരുന്നിരുന്നെങ്കിൽ എന്നുള്ള നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു ആഗ്രഹമായിരിക്കാം. പല കാരണങ്ങളായിരിക്കാം. നമുക്ക് ഫാമിലി കിട്ടുന്ന ഇംപ്രൂവ്മെന്റ്സ് ആയിരിക്കാം, പലതായിരിക്കും അതിന്റെ റീസൺസ്. സോ ഇതിലേതാണ് റീസൺ എന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. വൈ ജുഡീഷ്യറി എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും തീരുമാനം എന്താണ്, എന്തിനാണ് നിങ്ങൾ ജുഡീഷ്യറിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ജുഡീഷ്യൽ സർവീസിലേക്ക് വരുന്നത്, ജുഡീഷ്യൽ ഓഫീസർ ആവുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് ഔട്ട് ചെയ്യാം. ദെൻ നിങ്ങളുടെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ റൂമുകളിൽ നമ്മൾ കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കണം.
എന്തുകൊണ്ട് ഞാൻ ജഡ്ജാവും, എന്ന് ആവും, എപ്പോഴാവും, ഇതെല്ലാം കൃത്യമായിട്ട് ചെറിയ കുട്ടികളോട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ പറയുന്നത് പോലെയാണ്. പക്ഷെ എങ്കിലും ഇത് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ സ്ഥിരമായി കാണുന്ന ഒരു സ്ഥലത്ത് എഴുതി വെക്കുക, ഐ എം എ ജഡ്ജ്, അല്ലെങ്കിൽ ഞാൻ സിവിൽ ജഡ്ജാണ്, ഞാൻ അതിനു വേണ്ടിയിട്ട് ആണ് പഠിക്കുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി. നമ്മൾ ഡെയിലി അത് വായിച്ചുകൊണ്ടിരിക്കും. നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിനുള്ളിൽ ഡെയിലി നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. നമുക്ക് ഈ ഒരു ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൽഫ് മോട്ടിവേറ്റഡ് ആവണം. ഇപ്പൊ ലീഗൽ അസിസ്റ്റന്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുറെ പേരുണ്ട് എന്ന് പറഞ്ഞാലും അഡ്വോക്ക് ലേണിങ്ങിനോടൊപ്പം ഏകദേശം 700ഓളം പേര് ലീഗൽ അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു കുറെ പേര് എനിക്ക് പേഴ്സണലി അറിയാം, പലരും റെഗുലർ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ എക്സാമിന്റെ ഇത്ര എത്തി നിൽക്കുന്ന സമയത്ത് പലരും ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് മോട്ടിവേഷൻ ഇല്ലാണ്ടാവുന്നു. എനിക്കൊരു മോട്ടിവേഷൻ വേണമെന്ന് പറഞ്ഞ് തന്നെ ഡെയിലി കുറെ പേര് വിളിക്കുന്നുണ്ട്. സോ എന്തുകൊണ്ടായിരിക്കാം? മോട്ടിവേറ്റഡ് അല്ല എങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമുക്ക് തോന്നില്ല, നമുക്ക് മൈൻഡ് വരില്ല. കുറച്ച് നേരം കൊണ്ട് കഴിയട്ടെ, അരമണിക്കൂർ കഴിയട്ടെ മാറ്റി വയ്ക്കും നമ്മള്. അപ്പം ഈ സോഷ്യൽ മീഡിയ ലൈഫിൽ നമുക്ക് മാറ്റി വയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ റീല് കാണുന്ന പോലെ അല്ലെ, ഒരു മൊബൈലിനകത്ത് ഒരു റീല് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ, റീല് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പഠിക്കണം, നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു റീല് കാണുമ്പോൾ ഒരു റീല് ഓക്കെ ഒരു റീലും കൂടി കണ്ടേക്കാം അല്ലെ, ഒരു റീലും കൂടി കണ്ടേക്കാം, 2 റീല്, അങ്ങനെ പോയി ഇങ്ങനെ കുറെ തട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എത്ര റീലാണ് കണ്ടെന്നുള്ളത് കുറെ നേരം കഴിയുമ്പോൾ എത്ര സമയം പോയെന്നുള്ളത് സ്വയം നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ അയ്യോ ഇത്രയും സമയം നഷ്ടപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ശരിയല്ലേ? പലപ്പോഴും അങ്ങനെ തന്നെയാണ്. സോ അതിനെല്ലാം എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഫുൾ ടൈം പഠനം എന്നുള്ള രീതിയിലേക്ക് മാറ്റാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വരാം. ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 12 സിറ്റിസൺ ഓഫ് ഇന്ത്യ, പിന്നെ നോർമൽ 21 to 35 വയസ്സ് വരെയുള്ള ആൾക്കാരായിരിക്കണം, പിന്നെ ലോ ഡിഗ്രി വേണം. അതൊക്കെ നോർമൽ നമ്മുടെ സിലബസിനകത്ത് നോട്ടിഫിക്കേഷനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. പിന്നെ ഇപ്പം 3 ഇയർ മാൻഡേറ്ററി പ്രാക്ടീസ് പറയുന്നുണ്ട്. സോ 3 ഇയർ എങ്കിലും എൻറോൾ ചെയ്ത് 3 ഇയർ എങ്കിലും പ്രാക്ടീസ് ഉള്ളവർക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ വർഷം മുതൽ സിവിൽ ജഡ്ജ് എക്സാം എഴുതാൻ പറ്റുന്നത്. ഇതിനകത്ത് നമുക്ക് അറിയാം പ്രിലിമിനറി ഉണ്ട്. പ്രിലിമിനറി കുറെ ഒരു എക്സാം പ്രിലിമിനറി ആയിട്ട് വരുന്നുണ്ട്. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. യെസ്, അപ്പോൾ പ്രിലിമിനറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 100 മാർക്കിനാണ്. അതിന്റെ സിലബസും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ മെയിൻസ് ഉണ്ട്. മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. നമുക്കറിയാം എസ്എ ടൈപ്പ് ആയിട്ടുള്ള പല ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതി ശീലിക്കേണ്ടതായിട്ടുള്ള ഒരു എക്സാം ആണ് മെയിൻസ് എന്ന് പറയുന്നത്. അത് തന്നെ 4 പേപ്പർ ആയിട്ടാണ് വരുന്നത്. പ്രിലിമിനറിയുടെ സിലബസ് 3 പാർട്ടായിട്ടാണ് വരുന്നത് 100 മാർക്കിന്. മറ്റേത് മെയിൻസ് എക്സാം 100 മാർക്കിന്റെ 4 പേപ്പറുകളായിട്ട് വരുന്നുണ്ട്. സോ ഓൾസോ ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർവ്യൂ ഉണ്ട്. ഇത് 3 നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഭാഗം. പിന്നെ ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ SC/ST അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ബെഞ്ച് വർക്ക് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഫീസ് ഇല്ല. ബാക്കിയുള്ളവർക്ക് 1250 രൂപ ഫീസ് വരുന്നുണ്ട്. ദെൻ ഇതൊക്കെയാണ് നോർമൽ ആയിട്ട് വരുന്നത്. ദെൻ ഇതിന്റെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഐശ്വര്യ മിസ് ആണ് കൂടുതലായിട്ട് എക്സാംസ് എഴുതി ശീലമുള്ളത്. ഞാൻ മെന്റർ എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. സോ കൂടുതൽ എക്സാംസ് റെഗുലർലി എഴുതി ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 4 പ്രാവശ്യത്തോളം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് കൂടുതൽ പറ്റിയ ഐശ്വര്യ മിസ്സിനായിരിക്കും. അപ്പം മിസ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയും. അതിന്റെ സിലബസിൽ പഠിക്കേണ്ട കാര്യങ്ങൾ, ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കഴിഞ്ഞ അനാലിസിസും കാര്യങ്ങളെല്ലാം മിസ് പറയുന്നുണ്ടാവും. ദെൻ ഞാൻ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് അഡ്വോക്ക് ലേണിംഗിന്റെ ക്ലാസ്സസിനെ കുറിച്ചാണ്. ദെൻ അഡ്വോക്ക് ലേണിംഗിനകത്ത് നമുക്ക് ലീഗൽ അസിസ്റ്റന്റ് ക്ലാസ് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടായിരിക്കും. റെഗുലർ ആയിട്ട് ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ 2ഓളം കോഴ്സസ് ആയിട്ട് ആണ് നമ്മൾ ഇത് റൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 3 ഇയർ പ്രാക്ടീസ് ഉള്ള നെക്സ്റ്റ് ഇയറിലേക്ക് എക്സാം എഴുതാൻ റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത്. അത് മൺഡേ ടു ഫ്രൈഡേ സാറ്റർഡേ നമുക്ക് ക്ലാസ് എഴുതുന്ന രീതിയിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ദെൻ സാറ്റർഡേ സൺഡേ മാത്രമായിട്ടുള്ള വീക്കെൻഡ് ബാച്ച് ഉണ്ടാവും. അത് ഫൗണ്ടേഷൻ കോഴ്സ് പോലെയാണ്. അത് പ്രിലിമിനറി മാത്രമായിരിക്കും അവിടെ കവർ ചെയ്യുന്നുണ്ടാവുക. പ്രിലിംസിന്റെ സിലബസ് ആയിരിക്കും. ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത് ബിലോ 3 ഇയേഴ്സ്. ഇപ്പോൾ 3 ഇയേഴ്സ് പ്രാക്ടീസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്രാവശ്യം എക്സാം എഴുതാൻ പറ്റില്ല എങ്കിൽ നെക്സ്റ്റ് ടൈമിലേക്ക് അതിന്റെ അപ്പുറത്തെ വർഷത്തേക്കൊക്കെ എഴുതുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബിലോ 3 ഇയേഴ്സിനുള്ള ഫൗണ്ടേഷൻ കോഴ്സ് സാറ്റർഡേ സൺഡേസിലായിട്ട് നമ്മൾ റൺ ചെയ്യുന്നത്. സോ ഇതെല്ലാം ലൈവ് സെഷൻസ് ആയിരിക്കും. ഇതുപോലുള്ള ലൈവ് സെഷൻസ് ആയിരിക്കും. ലൈവിന്റെ ഒപ്പം തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ സെഷൻസ് എല്ലാം റെക്കോർഡഡ് ആയിരിക്കും. ഈ റെക്കോർഡഡ് ആയിട്ടുള്ള സെഷൻസ് എല്ലാം നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. നമുക്ക് അഡ്വോക്ക് ലേണിംഗിന്റെ ആപ്പ് ഉണ്ട്, ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ ആ ക്ലാസിന്റേതായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ക്ലാസ്സുകൾ ഭൂരിഭാഗം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബെയർ ആക്ട് ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും.
ബൈറാക്ട് തന്നെയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് സ്പ്ലിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതിന്റെ ഇല്യൂസ്ട്രേഷൻസ് അതിന്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി പോകുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുമായി ഇതിലേക്കുള്ള കണക്ഷൻസ് എന്താണെന്നും ഇനി നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോർഷൻസ് കവർ ചെയ്ത് പോകുന്നുണ്ടാവുക. ദെൻ അതുപോലെ തന്നെ അതിലെ മേജർലി ക്ലാസ്സസ് എല്ലാം എടുക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. പിന്നെ കുറെ ക്ലാസ്സസ് ഐശ്വര്യ മിസ്സും ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും. ഞങ്ങൾ രണ്ടുപേരാണ് മെയിൻലി ക്ലാസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും ഫാക്കൽറ്റീസിന് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് അത്രയും ക്വാളിറ്റി അത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു ആളെ നമുക്ക് ഇൻഡക്ട് ചെയ്യില്ല. നമ്മൾ രണ്ടുപേരായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ പ്ലാനിലെ ക്ലാസ്സസ് എല്ലാം എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൺസൈസ് ആയിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ, ഓരോ ക്ലാസിന്റെ ഷോർട്ട് നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആസ് ഐ ഓൾറെഡി സെറ്റ്, നമ്മൾ അഡ്ഹോക് ലേണിംഗിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം ആപ്പിലൂടെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ദെൻ ആപ്പിനകത്ത് തന്നെ നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. ദെൻ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എക്സാം വരെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. വീണ്ടും വീണ്ടും എനി ടൈം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണമെങ്കിൽ ക്ലാസ്സസ് യൂസ് ചെയ്യാം. എക്സാമിന്റെ സമയത്ത് റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഈ മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് മാർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റ് മാർക്ക് എത്രയാണ് നിങ്ങൾക്ക് കാണാനും ഡിസ്പ്ലേ ചെയ്യുന്നതും അതിന്റെ അനാലിസിസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുക്കുന്ന തരത്തിലാണ് നമ്മൾ ആപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അത് ആപ്പ് യൂസ് ചെയ്യുന്നവർക്ക് കുറെ അറിയാം. അപ്പം ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് എക്സ്ട്രാ പറയണം, നമ്മൾ അതിനകത്ത് ക്യൂസ് പോലെയുള്ള കുറച്ചധികം കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്, അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതും കൂടി വരും. ഈ ഒരു ബാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും മോഡൽ എക്സാംസിനകത്തൊക്കെ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള കുറച്ചുകൂടി കൂടുതൽ അനാലിസിസ് കിട്ടുന്ന തരത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്തേക്ക് എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ. ബൈറാക്ട് ബേസ് ചെയ്തിട്ടായിരിക്കും മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ബൈറാക്ടിനെ ആയിരിക്കും. പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതും ഇതുമായിട്ടുള്ള കണക്ഷൻ നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. ഓക്കെ. സോ പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഇന്ററാക്റ്റീവ് സെഷൻസ്, നമ്മൾ മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ സംസാരിക്കുന്ന തരത്തിൽ ലീഗൽ അസിസ്റ്റന്റ് ഉള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ചില സമയങ്ങളിൽ നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൈവ് സെഷൻ മോട്ടിവേഷന് വേണ്ടി മാത്രമായിട്ട് വെക്കുകയും നിങ്ങളുടെ ഓരോരുത്തരും ഇൻഡിവിജ്വലി നിങ്ങൾ പേഴ്സണലി നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് നിങ്ങളുടെ പഠനം ഇവിടെ എത്തി നിൽക്കുന്നു, നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് തരാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത് എന്ന് പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ലൈവ് മോട്ടിവേഷൻ ഇന്ററാക്റ്റീവ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം നമ്മുടെ പഠനത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ആഫ്റ്റർ ഓൾ നമ്മൾ പഠിക്കുന്നത് എപ്പോഴും ഇൻഡിവിജ്വലാണ്. ഓരോരുത്തരെയും പഠന മെത്തേഡുകൾ ഡിഫറെന്റ് ആണ്. പലരും പറയും എത്ര മണിക്കൂർ പഠിക്കണം. അതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ ഗ്രാസ്പിംഗ് പവർ എന്താണ്, നിങ്ങൾ എത്ര സമയം ഇരുന്ന് പഠിച്ചിട്ടാണ് ഓരോന്നും പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയാണ്. അപ്പം അത് എങ്ങനെ റിഫൈൻഡ് ആക്കി തരാം, എത്രത്തോളം ട്യൂൺ ചെയ്ത് റിഫൈൻഡ് ആക്കി തരാം എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിലൂടെ പ്ലാൻ ചെയ്യുന്നത്. മനസ്സിലുള്ള ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ ബാച്ചിൽ നിന്നും മാക്സിമം ആൾക്കാരെ ജുഡീഷ്യൽ സർവീസസിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് എഫേർട്ടുകളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കും, യാതൊരു സംശയവും വേണ്ട. സോ ഇതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ദെൻ ഈ ഫീച്ചേഴ്സ് എല്ലാം ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 10,000 ആണ് ഫീസ് വരുന്നത്. ടോട്ടൽ കോഴ്സ് ഫീസ് ആണ് അപ് ടു എക്സാം വരെ. അത് പ്രിലിംസ് കം മെയിൻസ് കോഴ്സ് ആണ് വരുന്നത്. പ്രിലിംസും ഉണ്ടാവും. പ്രിലിംസിന്റെ ക്ലാസ്സിനോടൊപ്പം തന്നെ മെയിൻസിന്റെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിലിംസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നോർമലി പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഈ പ്രിലിമിനറിക്ക് അകത്തുള്ള പാർട്ട് എ എല്ലാവരും പഠിക്കുന്നുണ്ടാവാം, പാർട്ട് ബി എല്ലാവരും പഠിക്കുന്നുണ്ടാവാം, പാർട്ട് സി പലരും വിട്ടുകളയുന്ന അല്ലെങ്കിൽ പഠനം ഇത്തിരി ബാക്കിലേക്ക് നിൽക്കുന്ന ഭാഗമാണ്. ഈ ഭാഗം നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഈ ഒരു ഭാഗം നമ്മൾ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ വളരെ സ്ട്രോങ് സബ്ജക്റ്റുകളാണ്. നിങ്ങൾക്കറിയാം, ഞാൻ മാത്സ് അധ്യാപകനായിരുന്നു കുറെ കാലത്തോളം. MSc മാത്സ് ആയിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ IBPS BSc എല്ലാം മാത്സ് ആയിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു കാലഘട്ടം വരെ. സോ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഞാൻ ഐ എം പ്രിറ്റി കോൺഫിഡന്റ് ദാറ്റ് റീസണിങ്, മെന്റൽ എബിലിറ്റി പോലുള്ള ടോപ്പിക്കുകളെല്ലാം നമുക്ക് ഉഷാറായിട്ട് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ലീഗൽ GK, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം ഞാൻ തന്നെ എടുക്കുന്നുണ്ടാവും. ഈ ടോപ്പിക്കുകളെല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് പഠിച്ചു പോകാം. അതോടൊപ്പം തന്നെ പാർട്ട് ബിയിലും പാർട്ട് എയ്ക്കാവുന്ന ഒബ്വിയസ്ലി ആ ഭാഗങ്ങളൊന്നും തന്നെ മിസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ആ ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ പാർട്ട് സിയും കൂടി കവർ ചെയ്യുന്നു. ഞാൻ എക്സ്ട്രാ പറയുന്നു എന്ന് മാത്രം. പലരും അത് പഠിച്ചു കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ ഒരു കോച്ചിങ് എന്നുള്ള രീതിയിൽ പലരും അതിനെ സീരിയസ്നെസ് കാണാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും എക്സാമിന്റെ ആ ഒരു സമയത്ത് എത്തുന്ന സമയത്താണ് പലരും നോക്കാറുള്ളത്, കുറച്ച് മാർക്കല്ലേ വരുന്നുള്ളൂ എന്നുള്ളത്. പക്ഷെ അതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്ന ഏരിയ തന്നെയാണ്.
ഓക്കെ, ദെൻ സിലബസിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഐശ്വര്യ മിസ് ആയിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഇത്രയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇതിന്റെ ഒരു സാറ്റർഡേ സൺഡേസിന്റെ ഒരു ബാച്ച് ഉണ്ട്, അതും നമ്മൾ ഇതിനോടൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന് 7,000 ആയിരിക്കും നമുക്ക് ഫീസ് സ്ട്രക്ചർ വരുന്നത്. ദെൻ ഇനി നമുക്ക് ഐശ്വര്യ മിസ്സിന്റെ സെഷനാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു സെഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഡൗട്ട്സ് ക്ലിയറിംഗ് സെഷനും ഞാൻ ഒന്നുകൂടി ഞാൻ അറ്റൻഡ് ചെയ്യും കേട്ടോ. സോ ഈ ഒരു ജേണി എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള ജേണിയാണ്. മാക്സിമം എഫേർട്ട് എടുത്ത് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ ഏതൊരു കാര്യവും. എപ്പോഴും നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് ആഗ്രഹം വരിക, നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മളൊരു സിവിൽ ജഡ്ജ് ആകുമ്പോൾ നമ്മൾക്ക് എന്തെല്ലാം പ്രിവിലേജസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആരാവും, നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിന് എന്തെല്ലാം മാറ്റങ്ങൾ വരും. അറ്റ്ലീസ്റ്റ് നമ്മളെ കുറിച്ച് മോശമായിട്ട് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചെറുപ്പത്തിലെല്ലാം നമുക്ക് വാശി കാണിക്കാൻ തോന്നിയിട്ടുള്ള ചില ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഓർക്കുക. എന്നിട്ട് പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്താണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു 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 കോൺഫിഡൻസ് കയറും നമുക്ക്. ആ ഒരു കോൺഫിഡൻസ് കയറ്റിക്കൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ ജഡ്ജായിട്ട് ബെഞ്ചിലിരിക്കുന്നത് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ ജഡ്ജായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തെല്ലാം ആയിരിക്കുമെന്നും നമ്മളെ കുറിച്ച് മറ്റുള്ളവർക്ക് തോന്നുന്ന മാറ്റങ്ങൾ എന്തായിരിക്കുമെന്നും ഒക്കെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുവാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി കിടക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും നമ്മളൊരു ജഡ്ജായി എഴുന്നേൽക്കാനും ജഡ്ജായി കിടന്നുറങ്ങാനും ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാനായിട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തോന്നൽ വന്നുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ദെൻ ഞാൻ ഐശ്വര്യ മിസ്സിന് ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഐശ്വര്യ മിസ് കയറിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ഹോൾഡ് ചെയ്യണേ എല്ലാവരും. ആഫ്റ്റർ ദാറ്റ് ഞാൻ ഡൗട്ട് ക്ലിയറൻസ് സെഷനിലേക്ക് ഞാൻ കയറാം കേട്ടോ. Sir? Yes, Mr. Start ചെയ്തോളൂ. Okay, sir. Okay, so നമുക്കറിയാം എന്താണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ജുഡീഷ്യൽ സർവീസ് എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം നമ്മളൊരു എക്സാമിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ അറിഞ്ഞിരിക്കണം, അതിന്റെ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു സ്ട്രക്ചറാണ്. സോ ഫസ്റ്റ് നമ്മൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ആദ്യം വരുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത് മെയിൻസ് എക്സാമിനേഷൻ, ആൻഡ് ദെൻ വരുന്നത് എന്താ ഇന്റർവ്യൂ ആണ്. സോ ഈ 3 സ്റ്റേജിലായിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഈ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഒരു ഏകദേശം നമുക്കൊരു ഹോൾ ഇയർ തന്നെ കവർ ചെയ്ത് വരുന്ന ഒരു എക്സാം പാറ്റേൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മേജർ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും മോസ്റ്റ്ലി മെയ് മാസത്തിലായിരിക്കും പ്രിലിംസിന്റെ എക്സാംസ് വരാം. ഇപ്പോൾ 2023 മെയ് 14 എക്സാംസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ 24 മെയ് 11 ദെൻ റീസെന്റ് 25 നോക്കുകയാണെങ്കിൽ മെയിൽ ഷെഡ്യൂൾ ചെയ്ത എക്സാം നമ്മുടെ ഈ റീസെന്റ് ജഡ്ജ്മെന്റ്, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് 3 years കമ്പൽസറി പ്രാക്ടീസിങ് മാൻഡേറ്ററി ആക്കിയിട്ടുള്ള ആ ഒരു ജഡ്ജ്മെന്റ് കാരണം അത് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ജൂണിലാണ് നമ്മളത് കണ്ടക്ട് ചെയ്തത്. സോ നമ്മൾ നോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് മെയിൻസ് പ്രിലിംസ് എക്സാം വെക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഇത് കണ്ടക്ട് ചെയ്യുന്ന മന്ത് എന്ന് പറയുന്നത് മെയിലായിരിക്കും. സോ നമുക്ക് അത്രയും ടൈം, നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ടൈം ആണ് എന്തിനു കിട്ടുന്നത്, ഈ ഒരു പ്രിലിംസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടുന്നത്. സോ എന്തൊക്കെ സബ്ജക്ട്സുകളാണ് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവുക, അതേപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻസിന്റെ മാർക്ക് സ്ട്രക്ചർ എങ്ങനെയാണ്. സോ നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു പാറ്റേൺ ആണ് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കാം. അതിൽ ഓരോ ക്വസ്റ്റ്യൻസിനും 2 marks ഈച്ച് ആണ്. ദെൻ നെഗറ്റീവ് മാർക്സ് ഉണ്ട്. സോ നമുക്കിപ്പോൾ നെഗറ്റീവ് മാർക്സ് 1 mark നെഗറ്റീവ് മാർക്സ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ പ്രിലിമിനറി എക്സാം നോക്കുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ സ്ട്രക്ചർ നോക്കുക, അതിന്റെ മാർക്ക് അറേഞ്ച്മെന്റ്സ് നോക്കണം, നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വേണം, അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യം നോക്കണം. പിന്നെ നമ്മുടെ ഡീറ്റെയിൽ സിലബസ് നമുക്ക് നോക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രിലിംസ് കയറി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്താ, മെയിൻസ് എക്സാമിനേഷൻ ആണ്.
സോ മെയിൻസ് എക്സാമിനേഷൻ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അവിടെ 4 പേപ്പർ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്, പേപ്പർ 3 ആൻഡ് പേപ്പർ 4. ഇത് നമുക്ക് 2 days എന്താണ് നീളുന്ന ഒരു എക്സാം ആണ്. ഈ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ആൻഡ് പേപ്പർ 4. സോ 2 days നമുക്ക് സാറ്റർഡേ സൺഡേസിലായിരിക്കും മോസ്റ്റ്ലി എക്സാം കണ്ടക്ട് ചെയ്യുക. അതിൽ സാറ്റർഡേ മോർണിംഗ് 3 hours പേപ്പർ 1, ദെൻ ഉച്ചയ്ക്ക് ശേഷം 3 hours ആയിട്ട് പേപ്പർ 2, ദെൻ നെക്സ്റ്റ് ഡേ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഡേ മീൻസ് സൺഡേയിലായിരിക്കും നെക്സ്റ്റ് എക്സാം വരിക. സോ മോർണിംഗ് ആസ് യൂഷ്വൽ 3 hours, ദെൻ നെക്സ്റ്റ് 3 hours. സോ ഒരു ഡേ നമ്മൾ ഒരു 6 hours നമ്മൾ എന്ത് ചെയ്യാണ്, എക്സാം എഴുതാണ്. സോ ടോട്ടൽ നമ്മൾ മെയിൻസ് എക്സാം എഴുതുന്നത് 12 hours ആയിട്ടാണ്. അപ്പൊ അത്രയും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് മെയിൻസ് എക്സാം. അപ്പൊ നമ്മളിപ്പോ പ്രിലിംസ് നോക്കുകയാണെങ്കിൽ അതൊരു ഒബ്ജക്റ്റീവ് എക്സാം ആണ്. പക്ഷെ മെയിൻസ് എന്ന് പറയുന്നത് എത്രയാണ്, ഒരു ഡിസ്ക്രിപ്റ്റീവ് നേച്ചറുള്ള എക്സാം ആണ്. പിന്നെ നമ്മൾ പ്രിലിംസിൽ നമ്മൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്താലും അത് നമ്മൾ ടോട്ടൽ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല. പ്രിലിംസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്, മെയിൻസിലേക്കുള്ള എൻട്രി ആണ്. പക്ഷെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് അതിന്റെ മാർക്സ് സ്കോർ ചെയ്യുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. കാരണം മെയിൻസിന്റെ മാർക്കാണ് നമ്മളുടെ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്, വെദർ നമ്മൾ സെലക്ടഡ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് മെയിൻസിന്റെ എക്സാം ആണ്. അതേപോലെ തന്നെ അതിൽ ഓരോ പേപ്പറിനും വരുന്നത് 100 മാർക്ക് ഈച്ച് ആണ്. ദെൻ എന്താണ് ഇതിനൊരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. സോ ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ആണെന്നുണ്ടെങ്കിലും ഒരു 25 മാർക്സോളം നമുക്ക് എന്തായിരിക്കും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ എന്തില്ല, നെഗറ്റീവ് മാർക്സ് ഇല്ല. സോ റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. സോ ഇങ്ങനെയാണ് എന്ത് വരുന്നത്, മെയിൻസ് എക്സാമിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ദെൻ മെയിൻസിൽ ക്വാളിഫൈഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനെയാണ് നമ്മൾ എവിടേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, ഇന്റർവ്യൂയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ, ഇന്റർവ്യൂ ആണ്. സോ നമുക്ക് മുൻപ് ഒരു 3 judges പാനലായിരുന്നു ഇന്റർവ്യൂ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പറയണം, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടത്, ഇരിക്കേണ്ടത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ എങ്ങനെയാണ് അവർ അഡ്രസ്സ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം, നമ്മളവിടെ ടെൻഷൻ ആവുന്നുണ്ടോ, ഒരു സ്ട്രെസ് ഇന്റർവ്യൂ എന്ന രീതിയിലായിരിക്കും, ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന രീതിയിലായിരിക്കും ഒരു ഇന്റർവ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ അറ്റൻഡ് ചെയ്യുന്നത്. ദെൻ റീസെന്റ് ലാസ്റ്റ് ഇയർ ആയിട്ട് 5 judges പാനലാണ് എന്താ ഇന്റർവ്യൂ ഇപ്പൊ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ 5 sitting judges ആയിരിക്കും നമ്മളുടെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. സോ നമ്മൾ കയറി ചെല്ലുന്നത് എന്താണ് 5 judgesന്റെ മുന്നിലേക്കാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ അവര് എന്താണ് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും തറോ നോളേജ് ഉള്ള, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ എന്താണ് ഓരോ ജഡ്ജ്മെന്റ്സിനെ ഓവറോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ജഡ്ജ്മെന്റ്സ് നോക്കി പഠിക്കുന്ന ആളുകളുടെ മുന്നിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഓരോ ആൻസർ ചെയ്യേണ്ടത്, ഇൻ കേസ് നമുക്ക് ഒരു ആൻസർ അറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണത് അവരോട് പറയേണ്ടത്. സോ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. സോ ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യുന്ന എക്സാംസും അതിന്റെ ഒരു നേച്ചർ. നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താ, പ്രിലിംസിൽ പാർട്ട് A, B and C ആണുള്ളത്. സോ പാർട്ട് എയില് സിവിൽ സബ്ജക്ട്സ് ആണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, ദെൻ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട്, സ്പെസിഫിക് റിലീഫ് ആക്ട്, ദെൻ കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട്. അപ്പൊ നമ്മൾ ഈ സബ്ജക്ട്സ് എല്ലാതും മോസ്റ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ LLBക്ക് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടെ എങ്ങനെയാ പഠിച്ചത്, സെം എക്സാം നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആ ഒരു രീതിയിലുള്ള എക്സാം ഓറിയന്റഡ് വ്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, പഠിച്ചിട്ടുണ്ടാവുക. സോ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ എവിടെ പഠിക്കണം, നമ്മളിപ്പോ ഒരു ജുഡീഷ്യൽ സർവീസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കേസസിൽ എങ്ങനെയാണ് ഒരു പ്രൊവിഷന്റെ അപ്ലിക്കേഷൻ വരുന്നത്. സോ ഇൻഡെപ്ത് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിലിംസ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ബെയർ ആക്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തറോ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോ തക്വാനിയുടെ കേസ് ബുക്സ്, ബാങ്കിയുടെ ബുക്ക്, മൈനേനി, അപ്പൊ ഇങ്ങനെയുള്ള ബുക്സ് ഒക്കെ വായിച്ചിട്ടായിരിക്കും നമ്മൾ LLB പഠിച്ചിട്ടുണ്ടാവുക, അനിൽ കെ നായർ. അപ്പൊ ഇങ്ങനെയുള്ള ബുക്സ് ഒക്കെ ആയിരിക്കും നമ്മൾ വായിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബെയർ ആക്ട് ആണ്. സോ ബെയർ ആക്ട് നമ്മൾ എന്ത് ചെയ്യണം, തറോ ആക്കി പഠിച്ചിട്ട് വേണം നമ്മൾ പ്രിലിംസിലേക്ക് പോകാൻ. സോ ഈ ഓരോ സബ്ജക്ട്സിന്റെയും ബെയർ ആക്ട്സ് നമുക്ക് തറോ ആയിരിക്കാം. സോ നമുക്കിപ്പോ പ്രിലിംസിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിന്റെ ഓപ്ഷൻസിൽ ഇപ്പോ വോയിഡ്, ഇറഗുലർ, ഇല്ലീഗൽ, അപ്പൊ ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ സിമിലർ ആയിട്ട് തോന്നുന്ന വേർഡ്സ് ആയിരിക്കും. സോ ബട്ട് ഏത് വേർഡ് ആണ് ആ ബെയർ ആക്ടില് ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയണം.
സോ ഇറഗുലർ, ഇല്ലീഗൽ, വോയിഡ്, അൺലോഫുൾ. അപ്പൊ ഇങ്ങനെ എല്ലാം വേർഡ്സ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും അവിടെ ശരിക്കും ഏത് വേർഡ് ആയിരുന്നു ഉപയോഗിച്ചത്. സോ അങ്ങനെ അറിയണമെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ എന്താണ് 2025 സിവിൽ ജഡ്ജ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എന്താണ് അത്രയും തറവായിട്ട് നമ്മൾ എന്തുണ്ടാവണം, അറിഞ്ഞിട്ടുണ്ടാവാം. സോ അതിന് നമ്മൾ ബെയറാക്ട് എപ്പോഴും കയ്യിൽ വെക്കുക, കിട്ടുന്ന സമയം മൊത്തം ബെയറാക്ട് വായിക്കുക. ബെയറാക്ട് വായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത് വായിച്ച് പഠിച്ച് നമ്മൾ ആ ഒരു സെന്റൻസ് ബൈ സെന്റൻസ് നമ്മൾ മെമ്മറൈസ് ചെയ്യണം എന്നുള്ളതല്ല. നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് എവിടെയൊക്കെയാണെന്നുള്ളത് അറിയണം. അതേപോലെ തന്നെ അത് എങ്ങനെയാണ് റീഡ് ചെയ്യണം എന്ന് അറിയണം. അതേപോലെ തന്നെ അതിന്റെ മീനിങ് നമുക്ക് ബെയറാക്ട് വായിച്ചിട്ട് അതിന്റെ മീനിങ് ഗ്രാസ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു അത് നമ്മൾ വായിച്ച് 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 നമുക്ക് കിട്ടേണ്ട ഒന്നാണ് ബെയറാക്ട് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബെയറാക്ട് റീഡിങ്ങിലൂടെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ ഈ ഒരു സബ്ജക്ട്സ് ഒക്കെ ഡീൽ ചെയ്യാൻ. സോ പാർട്ട് എയിൽ ഈ ഒരു സിവിൽ പോർഷൻസ് ആണുള്ളത്. ഇതിൽ 40 മാർക്സിനാണ് 40 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ വരുന്നത്. 40 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരിങ് 2 മാർക്സ്. സോ 80 മാർക്സിനാണ് പാർട്ട് എ എന്തിൽ വരുന്നത്, പ്രിലിംസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പാർട്ട് ബി. പാർട്ട് ബി എന്ന് പറയുമ്പോൾ ക്രിമിനൽ സൈഡ് ആണ് മോസ്റ്റ്ലി. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ നമ്മൾക്കിപ്പോ റീസെന്റ് ആയിട്ട് അത് റിപ്പീൽ ചെയ്തിട്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത വന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ ബോത്ത് ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ സിലബസ് വരുന്നത്. അപ്പൊ ബോത്ത് ഇൻക്ലൂഡ് ആവുന്ന സമയത്ത് പ്രൊവിഷൻസ് നമുക്ക് CRPC നിന്നും എക്സ്പെക്ട് ചെയ്യാം, അതേപോലെ തന്നെ BNSS നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നമുക്ക് രണ്ടിലും ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് വെച്ചിട്ട് വേണം നമ്മളിത് വായിച്ചു പോകാനായിട്ട്. ദെൻ ഇന്ത്യൻ പീനൽ കോഡും അതേപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിത, ദെൻ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഭാരതീയ സാക്ഷ്യ അധിനിയം. സോ ഇതാണ് നമ്മുടെ പാർട്ട് ബിയുടെ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. സോ പാർട്ട് ബിയിലും അതേപോലെ തന്നെ എന്ത് വേണം, 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരിങ് 2 മാർക്സ്. അപ്പൊ ഇങ്ങനെയാണ് പാർട്ട് ബിയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് എന്താണ് പാർട്ട് സി. പാർട്ട് സി എന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു പോർഷൻ ആണ്. 20 ക്വസ്റ്റ്യൻ വരുമ്പോൾ 40 മാർക്സ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ലീഗൽ, GK, റീസണിങ് ആൻഡ് മെന്റൽ അബിലിറ്റി. അപ്പൊ ഇത്രയാണ് ഇതിന്റെ സിലബസ് ആയിട്ട് വരുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ജഡ്ജ്മെന്റ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് ആയിരിക്കും നമ്മൾ നോക്കിയിട്ട് പോകേണ്ടത്. അതേപോലെ ജനറൽ GK എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റോർണി ജനറൽ ആരാ, അതേപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ആരാ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ജനറൽ GK അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫോർമേഷൻ സ്ട്രക്ചർ, അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും പാർട്ട് സിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള പ്രിലിംസിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ. അപ്പോൾ സിവിൽ ഏരിയ ഉണ്ട്, ക്രിമിനൽ ഏരിയ ഉണ്ട്, ദെൻ ജനറൽ GK ഉണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് മെയിൻസ്. മെയിൻസിൽ നമ്മൾ എക്സ്ക്യൂസ് മീ ഓക്കെ. സോ നെക്സ്റ്റ് ആണ് നമ്മുടെ എന്താ മെയിൻസിന്റെ. സോ മെയിൻസ് നോക്കുകയാണെങ്കിൽ പേപ്പർ 1, 2, 3 and 4. സോ പേപ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായി തോന്നുന്ന ഒരു പേപ്പറാണ് പേപ്പർ 1. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പേപ്പറാണ് പേപ്പർ 1. സോ പേപ്പർ 1 വരുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ ആണ്. സോ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ്, direct and indirect speech, active and passive voices, then precise writing. Then 15 മാർക്സിനാണ് നമുക്ക് എന്ത് വരുന്നത്, ജഡ്ജ്മെന്റ് റൈറ്റിംഗ് മാത്രമായിട്ട് വരുന്നത്. ജഡ്ജ്മെന്റ് റൈറ്റിംഗ് ലാസ്റ്റ് പോർഷൻ. ദെൻ ട്രാൻസ്ലേഷൻ വരുന്നത് 15 മാർക്സ് ആണ്. ദെൻ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പൊ ഇത്രയാണ് നമ്മുടെ പേപ്പർ 1 സോ ഇതിൽ ഇംഗ്ലീഷ് ഗ്രാമർ ആണ്. നമുക്ക് ഗ്രാമർ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് 100 മാർക്സ് ആണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ബാലൻസ് ഉള്ള പേപ്പേഴ്സിൽ മാർക്ക് കുറവാണെങ്കിലും ഈ ഒരു പേപ്പർ 1 മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാൻ, ഇന്റർവ്യൂയിലേക്ക് കടക്കാനായിട്ട്. സോ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പൊതുവേ നമുക്ക് അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യാം, നമുക്ക് അറിയുമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുന്ന ഒരു പോർഷൻ ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പേപ്പർ ആണ് പേപ്പർ 1. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ദെൻ പ്രിസൈസ് റൈറ്റിംഗും ദെൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോ ദെൻ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പഠിച്ച് അവിടേക്ക് എത്താനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പേപ്പർ 1 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പറാണ്. ദെൻ നെക്സ്റ്റ് ആണ് പേപ്പർ 2.
പേപ്പർ 2 എന്ന് പറയുന്നത് പാർട്ട് എ ആയിട്ടും പാർട്ട് ബി ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഏതൊക്കെയാണ്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ദെൻ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട്, ലിമിറ്റേഷൻ ആക്ട്, സ്പെസിഫിക് റിലീഫ് ആക്ട്, ഈസ്മെന്റ് ആക്ട്, കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട്, then Hindu Succession Act, Indian Succession Act. Indian Succession Act whole act cover ചെയ്യുന്നില്ല, parts 5, 6 and 10 ആണ്. Then Dissolution of Muslim Marriage Act. Then part B യിൽ വെക്ക് വരികയാണെങ്കിൽ കേരള Court Fees and Suit Valuation Act, കേരള Stamp Act, കേരള State Legal Service Authorities Act, Panchayat Raj Act, then Municipalities Act. അതിന് ഒരു particular chapters ആണുള്ളത്. Then Negotiable Instruments Act and രജിസ്ട്രേഷൻ ആക്ട്. അപ്പൊ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ ചാപ്റ്റർ 17 എക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പേപ്പർ 2 ആൻഡ് ഈ ചാപ്റ്റർ നമ്മുടെ നെക്സ്റ്റ് പേപ്പറിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ടോട്ടൽ NI ആക്ട് നമുക്ക് വരുന്നുണ്ട്, നമ്മുടെ സിലബസിൽ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ പേപ്പർ 2 എന്ന് പറയുന്നത്. മേജർലി നമ്മുടെ സിവിൽ ഏരിയ ആണ് നമ്മളുടെ കവർ ചെയ്യുന്നത്. അപ്പൊ ഇതിലാണെങ്കിലും നമ്മൾ കുറെ ആക്ടുകൾ ആയിക്കോട്ടെ നമ്മൾ LLBക്ക് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ചില ആക്ടുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് അറിയില്ല. നമുക്ക് പ്രാക്ടീസിങ് അല്ലെങ്കിൽ പ്രാക്ടീസിംഗിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് ആക്ടുകൾ നമ്മുടെ പേപ്പർ 2 ഇൻക്ലൂഡ് ആണ്. സോ നമ്മളത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വായിച്ച് പഠിക്കാം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വിചാരിക്കാത്ത ആക്ട് നിന്നായിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് ആണ് പേപ്പർ 3. പേപ്പർ 3 എന്ന് പറയുന്നത് അതേപോലെ തന്നെ പാർട്ട് എ ആൻഡ് പാർട്ട് ബി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിലും ഇൻക്ലൂഡ് ഏതൊക്കെയാ? ഇന്ത്യൻ പീനൽ കോഡ് ആൻഡ് ഭാരതീയ ന്യായ സംഹിത. ഇത് രണ്ടും ഇൻക്ലൂഡഡ് ആണ്, രണ്ടിനും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, അതേപോലെ തന്നെ ഭാരതീയ സാക്ഷി അധിനിയം, ദെൻ അബ്കാരി ആക്ട്, ദെൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ചാപ്റ്റർ 17 നമ്മൾ മുൻപ് അവിടെ എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ഇവിടെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ദെൻ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, കേരള പോലീസ് ആക്ട്, പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്, ഫോറസ്റ്റ് ആക്ട്, NDPS ആക്ട്. അപ്പൊ NDPS ആക്ട് ആണെങ്കിലും ഏത് ഏരിയ മാത്രമേ വരുന്നുള്ളൂ? ബെയിൽ ആൻഡ് ട്രയൽ ബൈ മജിസ്ട്രേറ്റ്സിന്റെ പോർഷൻസ് ആണ് എന്തിലേക്ക് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഹോൾ ആക്ട് കവർ ചെയ്യേണ്ട കാര്യമില്ല, ഈ ഒരു പർട്ടിക്കുലർ ഏരിയാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്ത് പോകേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ പേപ്പർ 3, കൂടുതലും ക്രിമിനൽ സൈഡ് ഡീൽ ചെയ്യുന്ന ഒരു പേപ്പറാണ്. ദെൻ ലാസ്റ്റ് പേപ്പർ ആണ് പേപ്പർ 4, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാക്ടീസിങ് ആയിട്ട് കണക്റ്റഡ് ആയി കിടക്കുന്ന ഒരു പേപ്പർ ആണ് പേപ്പർ 4 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ സബ്ജക്ട്സ് ആയിട്ട് 2 സബ്ജക്ട്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്, CPC ആൻഡ് CRPC. പക്ഷെ CPCയും CRPCയും കൂടെ തന്നെ നമുക്ക് അതിന്റെ കൂടെ തന്നെ എന്തും കൂടെ നോക്കിയിട്ട് പോകണം, അതിന്റെ തന്നെ റൂൾസ് ഓഫ് പ്രാക്ടീസസ് നമ്മൾ നോക്കി പോകണം. അപ്പൊ സിവിൽ CPC പഠിക്കുന്ന സമയത്ത് നമ്മൾ സിവിൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് നോക്കണം, അതേപോലെ തന്നെ CRPC പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ജഡ്ജ്മെന്റ് റൈറ്റിംഗിൽ 2 ജഡ്ജ്മെന്റ് റൈറ്റിംഗ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് എഴുതണം, അതിൽ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. സോ ജഡ്ജ്മെന്റ് റൈറ്റിംഗിൽ ഒരു സിവിൽ ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു ക്രിമിനൽ ജഡ്ജ്മെന്റും എന്തായാലും ഉണ്ടായിരിക്കും, അതിൽ ഓപ്ഷൻസ് ഇല്ലാതെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമാണ്. ദെൻ ഇവിടെ പേപ്പർ സ്ട്രക്ചർ വരികയാണെങ്കിൽ 25 മാർക്സോളം നമുക്ക് എന്താ വരിക, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു എക്സാം പാറ്റേൺ നമ്മുടെ മെയിൻസിൽ വരുന്നത്. ദെൻ നമ്മുടെ പേപ്പർ 4 ലാസ്റ്റ് പോർഷൻ നമുക്ക് ജഡ്ജ്മെന്റ് റൈറ്റിംഗ് ആയിരിക്കും, ഷോർട്ട് essay ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല, ഡയറക്റ്റ് essay ക്വസ്റ്റ്യൻസ് ആൻഡ് ജഡ്ജ്മെന്റ് റൈറ്റിംഗ്, ദെൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് 25 മാർക്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയായിരിക്കും പേപ്പർ 4 ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മെയിൻസ് എക്സാം എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആലോചിച്ചിരിക്കുവാനോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മൾ LLB എക്സാംസ് എഴുതുന്ന പോലെ നമുക്ക് കഥ എഴുതാനോ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻസ് വെച്ചിട്ട് നമുക്ക് അതിന് ഓരോ ആൻസേഴ്സിനും സബ്സ്റ്റാൻറ്റേറ്റ് എഴുതുവാനോ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കറക്റ്റ് ടൈം മാത്രമായിരിക്കും നമ്മുടെ മെയിൻസ് എക്സാം ഉണ്ടായിരിക്കാം. അതിലത്തെ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് കാണുമ്പോൾ തന്നെ അതിൽ എന്താണ് നമുക്ക് എഴുതേണ്ടത് എന്നുള്ള ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് വരണം. അത് നമുക്ക് ആലോചിക്കാൻ നമ്മളൊരു ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് അത്രയും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, നമ്മൾ ആ ഒരു സബ്ജക്ട് നോളേജ് നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കമന്ററി വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്സ് വൈസ് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ കൺസൈൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ഒരു പർട്ടിക്കുലർ സബ്ജക്ട് നമ്മൾ എലാബറേറ്റീവ് ആയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്സ് വെച്ച് വായിച്ച് പഠിച്ചിട്ട് നമുക്ക് ഒരു എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് അല്ല നമുക്ക് ജുഡീഷ്യൽ സർവീസിന്റെ എക്സാം എഴുതേണ്ടത്. നമുക്ക്
ടു ദ പോയിന്റ് ആയിരിക്കണം നമ്മുടെ ആൻസറിങ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടു ദ പോയിന്റ്, എന്താണ് ടു ദ പോയിന്റ് അതാണ് എഴുതുക. അല്ലാതെ നമ്മൾക്ക് ദ ടേം ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ദി ലാറ്റിൻ വേർഡ് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഒരു ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഇലുസ്ട്രേഷൻസോ വെച്ചിട്ടല്ല നമ്മൾ മെയിൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ടു ദ പോയിന്റ് ആൻസർ ചെയ്യുക, ദെൻ ഇമ്പോർട്ടന്റ് കേസ് ലോസ് ഉണ്ടെങ്കിൽ അത് കോട്ട് ചെയ്യുക, വല്ല മാക്സിംസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കോട്ട് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിലും നമ്മുടെ ഒരു എക്സാം ആൻസറിങ്ങിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരുന്നത്, മെയിൻസ് എക്സാമിന്റെ ഒരു പാറ്റേൺ വരുന്നത്. സോ ഇവിടെ നമ്മൾ മേജർ ആയിട്ട് നമ്മളിവിടെ റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും ബെയറാക്ട് ആണ്. ബെയറാക്ട്സ് നമ്മൾ മസ്റ്റ് ആയിട്ട് ബെയറാക്ട് നോക്കുക. അതേപോലെ തന്നെ ഏതാണ് റീസൺഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സും ദെൻ ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഏതൊക്കെയാ നമ്മുടെ സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്സ് ആൻഡ് കേരള ഹൈക്കോർട്ട് ജഡ്ജ്മെന്റ്സ്, അതർ ഹൈക്കോർട്ട് ജഡ്ജ്മെന്റ്സ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് കേസസ്. അപ്പൊ ഇതാണ് നമ്മുടെ റെഫറൻസസ് എന്ന് പറയുന്നത്. നമുക്ക് ബാക്കിയുള്ള ടെക്സ്റ്റുകൾ നമുക്ക് റെഫർ ചെയ്യാം, ജേർണൽസ് നോക്കാം, ബാക്കിയുള്ള ഡോക്യുമെന്റ്സോ ആർട്ടിക്കിൾസോ ഒക്കെ വായിക്കാം. നമുക്ക് നോളജ് ഗെയിൻ ചെയ്യാണ്, അപ്പൊ നമുക്കത് വായിക്കാം, ഉറപ്പായിട്ടും വായിക്കാം. പക്ഷെ നമ്മളുടെ മെയിൻ സോഴ്സ്, നമ്മൾ ഈ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വായിക്കേണ്ടത് ബെയറാക്ട് ആണ്. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും കയ്യിലൊരു ബെയറാക്ട് വെക്കുക, കിട്ടുന്ന സമയം നമ്മൾ ബെയറാക്ട് വായിക്കുക. നമുക്ക് പ്രാക്ടീസിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾക്കൊരു പ്രൊവിഷൻ നമ്മളിപ്പോൾ കോർട്ടിൽ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ആ പ്രൊവിഷൻ നമ്മൾ നോക്കുക, വായിക്കുക. അങ്ങനെ ആ ഒരു നമുക്ക് ആ സെക്ഷൻ എന്താണെന്നുള്ള കാര്യം അല്ലെങ്കിൽ ആ സെക്ഷനിലുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു സെക്ഷനിലുള്ള എസെൻഷ്യൽസ് നമുക്ക് ആസ് സച്ച് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റില്ല. അതിന് അത്രയും നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അതിനെ നമ്മുടെ മൈൻഡിൽ റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതിൽ കറക്റ്റ് ആയിട്ടുള്ള എസെൻഷ്യൽസോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ടു ദ പോയിന്റ് എഴുതണമെങ്കിൽ നമ്മൾ അത്രയും എന്ത് ചെയ്തിട്ടായിരിക്കും ആ ഒരു പർട്ടിക്കുലർ പ്രൊവിഷനെ കുറിച്ചിട്ട് അവെയർ ആയിരിക്കാം. അപ്പൊ ജഡ്ജ്മെന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 4 ഇയേഴ്സിന്റെ നമ്മുടെ ഇപ്പോൾ 2025 നമ്മൾ എക്സാം എടുക്കുകയാണെങ്കിൽ 2020 ഓൺവേർഡ്സ് 2021 ഓൺവേർഡ്സ് ഉള്ള കേരള ഹൈക്കോർട്ട് ജഡ്ജ്മെന്റ്സിന്റെ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ജഡ്ജ്മെന്റ്സ് എന്നുള്ള കാര്യം നമ്മൾ അവെയർഡ് ആയിരിക്കാം. കാരണം അതിന് ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് മെയിൻസിൽ കാണാനായിട്ട് സാധിക്കും. ഇന്റർവ്യൂവിനാണെങ്കിലും നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളുടെ ജഡ്ജ്മെന്റ്സ് ആയിരിക്കും നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കുക. സോ അവർക്ക് ആ ഒരു പർട്ടിക്കുലർ പോർഷൻസ് വളരെ തറവായിരിക്കും. അപ്പൊ അവർ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ജഡ്ജസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ നമ്മൾ ആ ഒരു ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോഴേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. അവർ ഓൾറെഡി ആൻസർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു ആൻസറിലേക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു പ്രൊവിഷൻ എങ്കിലും അറിയാം എന്നുള്ള രീതിയിൽ നമുക്ക് ആസ് സച്ച് ആൻസർ നമുക്ക് പറയണം എന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് ആ ഒരു പ്രൊവിഷൻ അവെയർഡ് ആണ്, നമുക്ക് ആ ഒരു അറിയാം, നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയാം എന്നുള്ള രീതിയിലെങ്കിലും നമുക്കത് പറയാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിനുള്ള രീതിയിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത്രയും നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ്ഡ് ആയിട്ട് നമ്മൾ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഈ പർട്ടിക്കുലർ എക്സാമിന്റെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പർ നമുക്കൊരു പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എക്സാം പാറ്റേൺ ചേഞ്ച് ആവുന്നുണ്ടോ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ഏത് ഏരിയ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊക്കെ അറിയാനായിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. പക്ഷെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഒരേ ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് സെയിം ആയിട്ട് ചോദിക്കില്ല. പകരം ഒരേ സെക്ഷനിൽ ഡിഫറെന്റ് അപ്രോച്ചസിൽ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ ആസ് സച്ച് സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പർ പഠിച്ചിട്ട് നമുക്ക് എക്സാം എഴുതാൻ പോകാൻ സാധിക്കില്ല. പക്ഷെ നമുക്കൊരു ഇമ്പോർട്ടന്റ് ഏരിയ എന്താണ് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നമ്മൾ വായിക്കേണ്ടത് എന്ന് അറിയാനായിട്ട് നമുക്ക് എന്ത് സാധിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ സാധിക്കും. അപ്പൊ നമുക്ക് ഒരു ആക്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഹോൾ ആക്ട് വായിച്ച് നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല. ഇമ്പോർട്ടന്റ് ഏരിയ എന്താണ് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കുക, അതിന് തന്നെ നോട്ട്സ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂവിലേക്കുള്ള പ്രിപ്പറേഷനും മെയിൻസിലുള്ള പ്രിപ്പറേഷനും പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ പ്രിലിംസ് എക്സാം നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രിലിംസിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കാതെ മെയിൻസിനുള്ളതും അതേപോലെ തന്നെ ഇന്റർവ്യൂവിനുള്ളതും ചേർത്ത് പഠിക്കുക. സോ ഇന്റർവ്യൂവിനുള്ളത് പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ജഡ്ജസിന് അപ്പോൾ തോന്നുന്ന മൈൻഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ടും ഇന്റർവ്യൂവിന് ചോദിക്കുക. സോ നമുക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് ഒരു സെക്ഷൻ വായിക്കുകയും നമുക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിരിക്കും, ഇതിൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡൗട്ട്സ് അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഈ ഓരോ ഡൗട്ട്സുകൾ നമുക്കത് ക്ലാരിഫൈ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂസിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ മെയിൻസ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ്. നമ്മൾ പ്രിലിംസിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, മെയിൻസിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമുക്ക് മെയില് പ്രിലിംസ് കണ്ടക്ട് ചെയ്താണെങ്കിൽ ഒരു 1 month ഗ്യാപ്പിലായിരിക്കും റിസൾട്ട് വരാം. റിസൾട്ട് വന്നതിന് ശേഷം വിത്തിൻ 1 month തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കും, മെയിൻസ് എക്സാം കണ്ടക്ട് ചെയ്യും. സോ പ്രിലിംസിനുള്ളത് ഒരു
13 സബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ മെയിൻസിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് 30 to 35 സബ്ജക്ട്സ് ആണ്. സോ ഈ 30 to 35 സബ്ജക്ട്സ് നമ്മൾ എപ്പോൾ കവർ ചെയ്യണം? ഈ 1 മന്തിലായിട്ട് നമ്മൾ കവർ ചെയ്യണം. അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. നമുക്ക് 30 ഡേയ്സിൽ നമ്മളൊരു 35 ആക്ടുകളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. മീൻസ് ഒരു ഡേ നമുക്ക് ഒരു ആക്ടിനെ വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പോലും പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മെയിൻസിലേക്കുള്ള പ്രിപ്പറേഷനും കൂടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? മെയിൻസ് എക്സാം നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനോട് ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റിവൈസ്ഡ് ആയിട്ട് ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയാസിനെ കുറിച്ചുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ആ ഒരു പ്രൊവിഷൻ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് പോയിന്റ് ആണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യുക, ദെൻ അത് ഒന്നുകൂടെ വായിക്കുക, നെക്സ്റ്റ് ടൈം സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യുക, നമുക്ക് എത്രത്തോളം വീണ്ടും നമുക്കത് റിക്കൾട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നോക്കുക. സോ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സാംസ് വെച്ച് കണ്ടക്ട് ചെയ്ത് നമുക്ക് ആ ഒരു മെമ്മറി പവർ നമ്മൾ കൂട്ടുക. അതേപോലെ തന്നെ മേജർ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ബേഡായിട്ട് നല്ല തറോ ആയിട്ട് വായിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എത്ര ടൈം ആണ് നമുക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പെർ ഡേ എടുക്കേണ്ടത് എന്നുള്ളതാണ്. സോ പെർ ഡേ നമുക്ക് അങ്ങനെ എത്ര ടൈം എന്നുള്ളതില്ല. കാരണം ഞാനിപ്പോ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ LLB കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. ദെൻ നെക്സ്റ്റ് ടൈം ഞാൻ LLM ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെയ്തത്, ഫസ്റ്റ് ഇയർ. ദെൻ നെക്സ്റ്റ് ഇയർ ഞാൻ LLM സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ നെക്സ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് ഇയർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നെഹ്റു ലോ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. സോ നമുക്കിപ്പോൾ ഇതിനോട് കൂടി തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. പക്ഷെ നമ്മൾ ഒരു എഫേർട്ട് നമ്മൾ എത്രത്തോളം എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം മൈൻഡിൽ നമ്മൾ ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് അത് മൈൻഡിൽ ഉണ്ടായിരിക്കാം. എന്താണ് ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കാം. സോ LLM നമുക്ക് ഒരുപാട് പോർഷൻസ് ഉണ്ട്, നമുക്ക് അസൈൻമെന്റ്സ് ഉണ്ട്, സെമിനാർസ് ഉണ്ട്, സെം എക്സാംസ് ഉണ്ട്, ഇന്റേണൽ എക്സാംസ് ഉണ്ട്. സോ ഇതിന്റെ ഇടയിലാണെങ്കിലും നമുക്ക് എപ്പോഴും നമ്മൾ എന്ത് വായിക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ എയിം എന്ന് പറയുന്ന ജുഡീഷ്യൽ സർവീസ് എക്സാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് വായിക്കുമ്പോഴും നമുക്കത് എന്തിനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം? ഈ ഒരു എക്സാമിനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഞാൻ പഠിക്കുന്ന ഓരോന്നും ഈ ഒരു എക്സാമിലേക്കുള്ള സ്റ്റെപ്പ് ആണെന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ കട്ട് ഓഫിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2023 കട്ട് ഓഫ് വന്നിട്ടുള്ളത് 80 to 90 റേഞ്ചിലായിരുന്നു. 80 to 90 എന്നുള്ള റേഞ്ചിലാണ്. ആൻഡ് 2024 നോക്കുകയാണെങ്കിലും കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് 80 to 90 റേഞ്ചിലാണ്. ബട്ട് റീസെന്റ് 2025 കട്ട് ഓഫ് വന്നിട്ടുള്ളത് 105 ആണ്. 105 ആണ് നമ്മുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോ അത് നമ്മുടെ എക്സാം എത്രത്തോളം ഈസി ആണ്, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ എങ്ങനെയാണ് മാർക്ക് വാങ്ങിച്ചിട്ടുള്ളത്, അപ്പൊ അതിനെ ഡിസൈഡ് ചെയ്തിരിക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ മോസ്റ്റ്ലി ഒരു 80 to 90 റേഞ്ചിലാണ് നമ്മൾക്ക് എപ്പോഴും കട്ട് ഓഫ് വരാറുള്ളത്. ബട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് 2025 ഏറ്റവും കൂടുതൽ മാർക്കായിട്ട് കട്ട് ഓഫ് വന്നിട്ടുള്ളത് 105. മോർ ദാൻ 50% ആണ് നമ്മുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. 105 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും എഫേർട്ട് നമ്മൾ എടുക്കണം എന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പൊ ഒരു പ്രിലിംസ് അറ്റൻഡ് ചെയ്യുന്നത് ഒരു 3000 to 3500 സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മെയിൻസിലേക്ക് പോകുന്നത് അബൌട്ട് 160 or 170 സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോ ഓൾമോസ്റ്റ് 2000+ സ്റ്റുഡൻസ് എന്താവും? എക്സ്ക്ലൂഡഡ് ആയിട്ട് നമുക്ക് മെയിൻസിലേക്ക് കടക്കുന്നത് എത്ര സ്റ്റുഡൻസ് ആയിരുന്നു? ഒരു 170 സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പൊ 170 സ്റ്റുഡൻസിൽ നിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ നമ്പർ എന്ന് പറയുന്നത് 70 അല്ലെങ്കിൽ 60 സ്റ്റുഡൻസ് ആയിരിക്കും എന്താണ് നമ്മൾ ഇന്റർവ്യൂയിലേക്ക് അറ്റൻഡ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് ഇയർ വേക്കൻസി എന്ന് പറയുന്നത് 6 വേക്കൻസി ആയിരുന്നു. സോ 6 വേക്കൻസി ഉള്ള ഒരു സിറ്റുവേഷനിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് 37 സ്റ്റുഡൻസ് ആണ്. ഈ 37 കാൻഡിഡേറ്റ്സ് ആണ് ടോട്ടലായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് എവിടെ നമ്മൾ റിഫ്രഷ് ചെയ്ത് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത് വരുന്ന വെച്ചാൽ ഈ 3000 above സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്ത ഈ എക്സാം എന്നാണ് ഒരു 37 സ്റ്റുഡൻസ് നമ്മൾ ഇന്റർവ്യൂയിലേക്ക് എത്തുന്നത്. അപ്പൊ ഇന്റർവ്യൂയിലേക്ക് എത്തുന്ന ഈ വ്യക്തികൾ ഓരോരുത്തരും എന്ത് ചെയ്യും? നമുക്കിപ്പോ അത്രയും അധികം നമ്മൾ ഈ സബ്ജക്ട്സിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ച് തറോഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അതിൽ നിന്ന് 6 സ്റ്റുഡൻസ് ആണ് എന്തിൽ കയറുന്നത്? ജുഡീഷ്യൽ സർവീസിലേക്ക് കയറുന്നത്. റിമൈനിങ് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത്? എന്ത് ചെയ്യും? അവർ നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അപ്പൊ നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ ഒരു എക്സാം ചിലപ്പോൾ 5 or 6 തവണ അറ്റൻഡ് ചെയ്ത് ഒരു തറോ
സീറോ ആയിട്ട് നിൽക്കുന്ന ആളുകളായിട്ടായിരിക്കും നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ എടുക്കേണ്ട ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. സോ അത്രത്തോളം വലുതാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിന് അത്രത്തോളം ഡെഡിക്കേഷനോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമിനെ കാണണം. ഒരു ഈസി ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് പ്രിലിംസ് തന്നെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഈ 2025 നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിലിംസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് 2447 സ്റ്റുഡൻസ് ആണ്. 2447 സ്റ്റുഡൻസ് ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. പ്രിലിംസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന്റെ നമ്പർ എന്ന് പറയുന്നത്. ഇതിലിപ്പോ മെയിൻസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന്റെ നമ്പർ എന്ന് പറയുന്നത് 158 ആണ്. അപ്പൊ ആ ഒരു വേരിയേഷൻ കണ്ടോ, 2400ഓളം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്ത ഒരു എക്സാമിന് മെയിൻസിലേക്ക് കടന്നിട്ടുള്ള സ്റ്റുഡൻസിന്റെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 158 സ്റ്റുഡൻസ് ആണ്. ഇതിൽ നമ്മളുടെ ഇപ്പോഴത്തെ നോട്ടിഫൈഡ് വേക്കൻസി എന്ന് പറയുന്നത് 12 വേക്കൻസിയാണ്. സോ 12 വേക്കൻസിയിലേക്ക് വേണ്ടി എക്സാം എഴുതിയിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2400 എബോവ് സ്റ്റുഡൻസ് ആണ്. ഇതിൽ നിന്ന് മെയിൻസിലേക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ളത് 158 സ്റ്റുഡൻസ് ആണ്. ഇതിൽ നിന്ന് ഇന്റർവ്യൂലേക്ക് ഇനി ലിസ്റ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ. സോ ലിസ്റ്റ് വരുന്ന സമയത്ത് ഒരു ഓൾമോസ്റ്റ് എന്തായിരിക്കും, ഒരു 50 റേഞ്ചിലേക്കുള്ള സ്റ്റുഡൻസ് ആയിരിക്കും മോസ്റ്റ്ലി ഇന്റർവ്യൂലേക്ക് വരുന്നുണ്ടാവുക. ഇതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്ന സ്റ്റുഡൻസിൽ നിന്ന് റിസർവേഷനും കഴിഞ്ഞ്, ഇപ്പൊ ജനറൽ കാറ്റഗറി ആളുകളൊക്കെ ആണെങ്കിൽ റിസർവേഷനും കഴിഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു മിനിമം ഒരു 8th റാങ്ക് ഓർ 8th 9th റാങ്കിലേക്ക് എത്തണം. സോ അത്രയും നമ്മൾ എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സാം അല്ല നമ്മുടെ ഈ ഒരു ജുഡീഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. നമ്മളുടെ എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ LLB കഴിഞ്ഞ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. സോ ഞാൻ ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന എന്റെ നോളജ് എന്ന് വളരെ പരിമിതമാണ്. കാരണം നമ്മൾ LLB കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ പ്രാക്ടീസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ടൈം ഉണ്ടായിരുന്നു, അത്യാവശ്യം ടൈം നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ എക്സാം നമ്മൾ തറവോടായിട്ട് വായിച്ചിട്ട് എന്ന് പോയിട്ടുണ്ടായിരുന്നത്. സോ നമുക്കൊരു സബ്ജക്ട് നോളജ് അത്രത്തോളം അക്വേർഡ് ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് എക്സാം എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് എക്സാമിന് വേണ്ടി നമ്മൾ എങ്ങനെ എഫേർട്ട് എടുക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നെക്സ്റ്റ് എക്സാംസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തൊട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂ വരെ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ ഞാൻ പക്ഷെ ജനറൽ കാറ്റഗറിയാണ്. അപ്പൊ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് നമുക്ക് എഫേർട്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട് എടുക്കണം. അപ്പൊ എന്നാൽ ഒരു 5-6 റാങ്കിലേക്ക് നമ്മൾ എത്തണം. അപ്പോ റീസെന്റ് ആയിട്ട് 18th റാങ്ക് ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ടൈമിൽ വേക്കൻസി ഏറ്റവും കുറവ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ എഫേർട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കാം. സോ നമ്മൾ പറയുമല്ലോ, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ യു ഹാവ് ടു ബേൺ ലൈക്ക് എ സൺ. നമ്മൾ സണ്ണിനെ പോലെ തന്നെ ബേൺ ആവണം. ഇതിനു വേണ്ടി നമ്മൾ അത്രയും എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ മാക്സിമം എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം എല്ലാവർക്കും. എങ്ങനെയാണ് എക്സാംസ് വായിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സബ്ജക്ട്സ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ മാക്സിമം പറ്റാവുന്ന രീതിയിൽ എന്റെ ഒരു 100% ഞാൻ എടുത്ത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. യെസ്, താങ്ക് യു മിസ്. ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ, ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണം. സോ മിസ് പറഞ്ഞതുപോലെ, മിസ് പറഞ്ഞതിന്റെ ക്രക്സ് തന്നെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈസി അല്ല, വളരെ ഈസി അല്ല, പക്ഷെ അച്ചീവബിൾ ആണ്. കാരണം എന്താ, ഇന്ന് നമുക്കറിയാം നമ്മുടെ കോടതികളിൽ ഇരിക്കുന്ന ജഡ്ജസ്, മുൻസിഫുമാരെ, മജിസ്ട്രേറ്റുമാരെ ഒരു കാലത്ത് ഈ എഫേർട്ട് എടുത്തവരാ അല്ലെ, അല്ലാതെ വെറുതെ ആരോഗ്യത്തിലല്ലോ. നമ്മൾ പരിചയമുള്ള ആൾക്കാർ പലരും മുൻസിഫ് മജിസ്ട്രേറ്റുമാരായിട്ട് കയറിയിട്ടുണ്ട്. മിസ് തന്നെ പറഞ്ഞത് LLB കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളാണ്. ദെൻ കണ്ടിന്യൂസ്ലി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ പലരെയും കാണുന്നു, ബെഞ്ചിലേക്ക് എത്തുന്നു. സോ അത് അച്ചീവബിൾ ആണ്, പക്ഷെ അതിനെന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. സോ ആ എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കാം. ഈസി ഗോയല്ല, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. വളരെ ക്ലിയർ ആയിട്ടുണ്ട്, വളരെ പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. സോ നിങ്ങൾ അത് അതുപോലെ ബേൺ ലൈക്ക് എ സൺ എന്നുള്ള രീതിയിൽ ബേൺ ചെയ്യാൻ തയ്യാറാണോ? ഇഫ് യു സെയിങ് യെസ്, ദെൻ ഇറ്റ്സ് ഓക്കെ, ഫൈൻ, നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാം. അല്ല, നോയാണ് എങ്കിൽ നമ്മൾ വെറുതെ സമയമെടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല നിമിഷങ്ങളും ഇല്ലാതാക്കിയിട്ട് കാര്യമില്ല. ഞാൻ എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നവരോട് ഞാൻ പറയാറ്, കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ പല ഫങ്ഷൻസ് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ വളരെ രസകരമായിട്ടുള്ള പല മുഹൂർത്തങ്ങളും നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കളയേണ്ടി വരും.
നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എവിടെ? അത്തരം സാഹചര്യം മാത്രം. ഒരിക്കലും സ്റ്റഡീസിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, പഠിക്കുന്ന കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും എന്ത് വേണം, നമുക്കിത് പഠിക്കുകയാണ്. ഏത് ചിന്തയിൽ, കോടതിയിൽ പോകുന്ന സമയത്തായിക്കോട്ടെ, എക്സാം എഴുതുമ്പോഴൊക്കെ, എന്തും ആയിക്കോട്ടെ, ഏത് ടൈമിലും നമ്മുടെ മനസ്സിൽ ഞങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്, ഞാൻ ഇതിന്റെ പിന്നാലെയാണ്, ഞാൻ ഭാവിയിലെ ജഡ്ജാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരണം. ലിവ് ലൈക്ക് എ ജഡ്ജ് എന്നുള്ള രീതിയിൽ നമ്മൾ മാറണം. അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ റൂമിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക, ഐ മീൻ ജഡ്ജ് അല്ലെ. നമ്മൾ സ്വയം എപ്പോഴും മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ മോട്ടിവേറ്റഡ് ആവണം, നമ്മൾ ടയർലെസ്ലി വർക്ക് ചെയ്യണം. അല്ലാണ്ട് വെറുതെ ജഡ്ജ് ആയി കഴിഞ്ഞിട്ട് എന്തിനാ, ജഡ്ജ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് പണിയെടുക്കണ്ടേ. ഒരു ഇനീഷ്യൽ സ്റ്റേജ് മാത്രം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറയില്ല, 10ാം ക്ലാസ് കഴിഞ്ഞ് ഇതായിരുന്നു എന്റെ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ട വർഷം 10ാം ക്ലാസ്സാ, അതിന് ഫുൾ A+ അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ എന്തായി, 12th പഠിക്കുമ്പോൾ 12th അതേ സീരിയസ്നെസ്സോടുകൂടി പഠിക്കേണ്ട അവസ്ഥയായി. കുറച്ച് കഴിയുമ്പോൾ ഡിഗ്രി ആയി, അല്ലെങ്കിൽ LLB ആയി, ഇപ്പൊ മജിസ്ട്രേറ്റ് എക്സാം ആയി. ഇനി ഈവൻ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളിങ്ങനെ സ്റ്റീപ്പറായിട്ടുള്ള ഒരു ഇങ്ങനെ റോളർ കോസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. യാതൊരു സംശയം വേണ്ട. നമ്മൾ അതുപോലെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രം കേട്ടോ. അങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ആവശ്യമില്ല. ഈ എഫോർട്ട് എന്ന് പറയുന്നത് സിംപ്ലി നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ളവരല്ലല്ലോ നിങ്ങൾ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടാവുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലൊരു വികറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആയി തീരണം എന്നുള്ളൊരു ആഗ്രഹം ആത്മാർത്ഥമായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളിവിടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടാവുക, യാതൊരു സംശയം വേണ്ട. സോ ആ ഒരു നിങ്ങളുടെ ആഗ്രഹത്തെ അച്ചീവബിൾ ആണ്. അതിന് മാക്സിമം നിങ്ങളുടെ എഫേർട്ട് എടുക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന മാക്സിമം എഫേർട്ട് നമ്മളും തരും. ആ എഫേർട്ട് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് തയ്യാറാവുക. ഈവൻ അഡ്വക്കേറ്റിംഗ് പഠിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഭാവിയിൽ ജഡ്ജായി തീരുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കുക. സോ എനി ഡൗട്ട്, യു ആർ ഹാവിങ് എനി ഡൗട്ട് ചോദിക്കാം. എന്തെങ്കിലും ഈ സെഷനുമായി ബന്ധപ്പെട്ടോ, എക്സാമുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആസ്പെക്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. കമന്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഒരു 5 more minutes നമുക്ക് തീർക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. 9 മണി കഴിഞ്ഞു. മെയിൻസ് കട്ട് ഓഫ് ലക്ഷ്മിക്കിലെ അതാണ് കുറച്ചു മുമ്പ് മിസ്സും പറഞ്ഞത്. കട്ട് ഓഫ് അങ്ങനെ നമുക്ക് ഒറ്റയടി കണ്ട് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. എപ്പോഴും എക്സാമിന്റെ ടഫ്നെസ് അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ. എത്ര അല്ലെ മിസ്സേ, എത്രത്തോളം വേക്കൻസികൾ ഉണ്ട്. നമുക്ക് കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരത്തെ അറിയില്ല. മുൻപ് കട്ട് ഓഫ് ഉണ്ടായിരുന്നു, ഓരോ പേപ്പറിനും കട്ട് ഓഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഓരോ പേപ്പറിനും കട്ട് ഓഫ് ഇല്ല. പിന്നെ നമുക്ക് മെയിൻസിന്റെ എക്സാമിന്റെ മാത്രം നമ്മുടെ ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ടോട്ടൽ വെച്ചിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടാവുക. സോ മെയിൻസിനാണ് കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടില്ല. പ്രിലിംസിനാണ് കട്ട് ഓഫ് ഉള്ളത്, അത് മെയിൻസിലേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടാണ്. ദെൻ മെയിൻസിൽ കട്ട് ഓഫ് ആയിട്ടില്ല, നമ്മുടെ ടോട്ടൽ മാർക്സിന്റെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വെച്ചിട്ടുള്ള റാങ്ക് പൊസിഷനിലായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടാവുക. അങ്ങനെയാണ് ഉണ്ടാവുക. ടേം ഓഫ് പ്രാക്ടീസ് കാൽക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ നോർമലി എൻറോൾമെന്റ് ചെയ്തിട്ടുള്ള ഡേറ്റിൽ നിന്നാണ് 3 year കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഇപ്രാവശ്യം എന്താ ഫസ്റ്റ് ടൈം ആണല്ലോ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഐ മീൻ ഇത് വരുന്നത് 3 year എന്ന് പറയുന്ന ഒരു സംഭവം ഫസ്റ്റ് ടൈം ആണല്ലോ വരുന്നത്. സോ അതെങ്ങനെയാണെന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പലപ്പോഴും അത് ബാർ അസോസിയേഷന്റെ മെമ്പർഷിപ്പിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യണം എന്നെല്ലാം പറയാറുണ്ട്. ആക്ച്വൽ പ്രാക്ടീസിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഐ തിങ്ക് ഇതിനകത്ത് നോർമലി എൻറോൾ ചെയ്തിട്ടുള്ള ഡേറ്റിൽ നിന്നായിരിക്കണം 3 year കൗണ്ട് ചെയ്യാൻ സാധ്യത. ഐശ്വര്യക്കില്ല ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അത് അറിയാനായിട്ട് ഹൈക്കോർട്ടിലേക്ക് വിളിച്ചായിരുന്നു. അപ്പൊ അവർക്കും ജഡ്ജസിന്റെ കയ്യിൽ ഒരു പുതിയൊരു ഇന്റിമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ബട്ട് നമ്മുടെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റൂൾസ് പ്രകാരം LLM പ്രാക്ടീസിംഗ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ റൂൾസ് നോക്കിയപ്പോ കണ്ടിരുന്നത്. വീക്കെൻഡ് ഫൗണ്ടേഷൻ കോഴ്സ് റെഗുലർ എടുക്കുന്നതാണ് അക്ഷയത്തില്. ഡിപ്പെൻഡ് ഓൺ യു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും സിവിൽ സർവീസിനൊക്കെ ആണെങ്കിൽ 21 വയസ്സാവാൻ കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സോ ഒരിക്കലും ഇപ്പം DJ ആവാനായിട്ടാണ്, ഡിസ്ട്രിക്ട് ജഡ്ജ് ആവാനാണെങ്കിലും 35 years ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ ആഗ്രഹമുണ്ടോ, നിങ്ങളുടെ മനസ്സിനകത്ത് അതിന് പ്ലാൻ ഉണ്ടോ. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഈ ഫൗണ്ടേഷൻ കോഴ്സിൽ സാറ്റർഡേ സൺഡേസിൽ പഠിക്കും. അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സീരിയസ്ലി ഈ എക്സാമിനെ കണ്ടു വേണമെങ്കിൽ റെഗുലർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് നെക്സ്റ്റ് ഇയർ എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ള മാത്രം പ്രശ്നമുള്ളൂ. ആ എക്സാം സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത് പോലെ ഒരു ഡെമോ പോലെ, മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഗുലർ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ആണ്, ഇപ്പം ജസ്റ്റ് എൻറോൾ ചെയ്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സിൽ ചേർന്നാൽ മതി. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ.
ക്ലാസ് ടൈമിങ്സ് എങ്ങനെയാണ്? രാത്രി ആയിരിക്കും ലൈവ് സെഷൻസ് എല്ലാം നമ്മൾ രാത്രി 8:30 to 10 ആണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 8:30 to 10. കാരണം പ്രാക്ടീസിംഗ് ഓഡിയൻസിനെല്ലാം അറ്റൻഡ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നൈറ്റ് ആയിരിക്കും കേട്ടോ, രാത്രി 8:30 to 10 ആയിരിക്കും. ദെൻ ഏതെങ്കിലും ക്ലാസ് മിസ്സായി മാക്സിമം ലൈവിൽ കയറുക. അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ലൈവിൽ കയറുന്നവർക്ക് ഉണ്ടാവും, യാതൊരു സംശയം വേണ്ട. പക്ഷെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് സെഷൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. Suggestions for people who are doing LLB now. Anything basic that we can do to progress while doing LLB? Of course, definitely. നിങ്ങൾ പലപ്പോഴും LLB കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസിലേക്ക് കടക്കുമ്പോഴാണ് അഡ്വക്കേറ്റ്സ് എല്ലാം നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ടും പല കാര്യങ്ങളും മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഈ ആക്ടിൽ ഇങ്ങനെയാണ് പറയുന്നല്ലേ. നമ്മൾ പഠിക്കുമ്പോൾ എവിഡൻസ് ആക്ട് പഠിച്ചിട്ടുണ്ട്, CRPC പഠിച്ചിട്ടുണ്ട്, IPC പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ എവിഡൻസ് ആക്ടിൽ പറയുന്ന ചില സെക്ഷൻസിലെല്ലാം ഇതിന്റെ കണ്ടന്റ് ഇങ്ങനെയാണല്ലേ, സ്പ്ലിറ്റ് ചെയ്ത് നോക്കുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ പലപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ്. സോ നിങ്ങൾ ഇപ്പോഴേ ഇതിന്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ LLB പഠിക്കുന്ന ഒരു സമയത്തെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പഠിച്ചു തുടങ്ങിയാൽ, മിസ് കുറച്ചും മുമ്പ് പറഞ്ഞല്ലോ, ബെയർ ആക്ട് ആണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ബെയർ ആക്ട് നിങ്ങൾ എവിടെ പഠിക്കാം? നമുക്ക് LLB പഠിക്കുമ്പോൾ തന്നെ പഠിക്കാം. അതപ്പോ തന്നെ ബെയർ ആക്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും LLB എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണ്ട. നിങ്ങൾ LLB പഠിക്കുന്ന സമയത്ത് തന്നെ മുൻസിഫ് മജിസ്ട്രേറ്റ് മനസ്സിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇത്ര വലിയൊരു പ്രൊഫഷൻ കണ്ടുകൊണ്ട് നിങ്ങൾ ബെയർ ആക്ട് കഷ്ണമായിട്ട് പീസസ് ആയിട്ട് പഠിക്കാന്ന് പറയാം അല്ലെ. ഓരോ പോയിന്റ് നോട്ട് ചെയ്ത് IPCക്ക് തെഫ്റ്റ് എന്ന് പറയുന്ന ഒറ്റ ഡെഫിനേഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് തെഫ്റ്റും എക്സ്ട്രോഷനും അതുപോലെ റോബറിന്റെ ഡെക്കോയിഡൊക്കെ നമ്മുടെ ഡിഫറൻസസ് എന്ന് പറയുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. സോ അതിലെ ഓരോ ഈച്ച് ആൻഡ് എവറി ഇൻഗ്രീഡിയൻസ് നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ LLB പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് തുല്യമാണ്. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് പഠിക്കുമ്പോൾ ഈ LLB പഠിക്കുന്ന സമയത്തേ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അല്ല ഐശ്വര്യ മിസ്, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല സർ, നമ്മളിപ്പോ പഠിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ബെയർ ആക്ട് പഠിക്കാം. ഇതിപ്പോ ഒരു പ്രൊവിഷനിൽ ചിലപ്പോൾ ഡയറക്ട്ലി ആൻഡ് സ്പെസിഫിക്കലി ഇൻ ഇഷ്യൂ എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഡയറക്ട്ലി ആൻഡ് സബ്സ്റ്റാൻഷ്യലി ഇൻ ഇഷ്യൂ ആയിരിക്കും. സോ ഇതിലൊരു ടേം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ടോട്ടലായി തെറ്റും. സോ അത്രയും ഇൻഡെപ്റ്റ് ആയിട്ട് നമുക്ക് ബെയർ ആക്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റണം. ഓരോ വേർഡിനും അതിൻ്റെതായിട്ടുള്ള മീനിങ് ഉണ്ട്. സോ അത്രയും നമ്മൾ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് ജഡ്ജ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ ബെയർ ആക്ട് തന്നെ വായിക്കാനായിട്ട്. അത് നമ്മൾക്ക് ബെയർ ആക്ട് ആണ് മെയിൻ ആയിട്ട് വായിക്കേണ്ടത്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും, എപ്പോഴും നമ്മുടെ ബൈബിൾ എന്ന രീതിയിൽ നമ്മൾ ബെയർ ആക്ടിനെ കയ്യിൽ എപ്പോഴും കൊണ്ടുവയ്ക്കണം. ഇപ്പൊ പ്രാക്ടീസും ചെയ്യുകയാണെങ്കിൽ നമ്മൾ കയ്യിലൊരു ബെയർ ആക്ട് വെക്കണം. പ്രൊവിഷൻസ് എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ അത് നോക്കി ഓടിച്ച് നോക്കി അതെന്താണ് അവർ പറഞ്ഞതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ബെയർ ആക്ട് ഓറിയന്റഡ് ആയിട്ട് വേണം മെയിൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ എക്സാമിനെ കാണാനായിട്ട്. Paper 2 too tough as compared to other papers. ഐശ്വര്യ മിസ്സിനോട് ഡൗട്ട് അത്. പേപ്പർ 2 കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫ് ആയിരുന്നു. കാരണം നമ്മൾ യൂഷ്വലി നമുക്ക് വരുന്ന ഒരു ഏരിയാസ് ആയിരുന്നില്ല പേപ്പർ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായത്. പഞ്ചായത്ത് ആക്ട് ആൻഡ് മുനിസിപ്പാലിറ്റി ആക്ട് എന്നായിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഏരിയ ആണ്. നമുക്കിപ്പോ ഒരു 1 ക്വസ്റ്റനോ 2 ക്വസ്റ്റനോ ആണ് പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ മോർ ദാൻ 3 ക്വസ്റ്റ്യൻസോ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആക്ട് തന്നെ വന്നിട്ടുണ്ടായി. അപ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല, എന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായി. പേപ്പർ 2 കമ്പാരിറ്റീവ്ലി 4 പേപ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ട് ആയിരുന്നു. മേജർ ആയിട്ട് എല്ലാവർക്കും സെയിം ഒപ്പീനിയൻ തന്നെയാണ് ഉള്ളത്. ഉണ്ടോ? ക്ലിയർ ആണോ? നമ്മുടെ റെഗുലർ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലീഗൽ അസിസ്റ്റന്റ് ക്ലാസ്സിന് ശേഷമായിരിക്കും. 27th മൺഡേ, നെക്സ്റ്റ് മൺഡേ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓൾസോ ഫൗണ്ടേഷൻ കോഴ്സ് അത് കഴിഞ്ഞിട്ടുള്ള സാറ്റർഡേ, അതായത് November 1 സാറ്റർഡേ സൺഡേ ക്ലാസ്സസ് ആണല്ലോ. അപ്പം November 1 നമ്മൾ ഈ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ അഡ്വോക്ക് ലേണിംഗിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. അതിനകത്ത് തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട്. ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും എല്ലാം പറ്റും. ദെൻ എനി അതർ ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കിപ്പം ക്ലിയർ ചെയ്യാം. ദെൻ പിന്നെ നമുക്ക് ക്ലാസ്സിൽ കാണാം. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഉണ്ടാവും, കൂടെ ഉണ്ടാവും. ഓക്കെ, സോ എനി അതർ ഡൗട്ട്സ്? പിന്നെ ഈ LLBക്ക് പഠിക്കുന്ന സമയത്ത് LLM പഠിക്കുന്നവരുടെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് അറിയാം. ലാസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഒന്നുകൂടി ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ലൈബ്രറി ഫെസിലിറ്റി ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഇരുന്ന് പഠിക്കുന്ന സമയത്ത്, നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവാം. നമ്മൾ സീനിയറുടെ ഓഫീസിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അവിടുത്തെ ഫയലുകൾ ഉണ്ടാവും, അത് പഠിക്കണം. നാളെ ചിലപ്പോൾ ട്രയൽ ഉണ്ട്, അതിന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ എന്തെങ്കിലും നോട്ട്സ് തയ്യാറാക്കേണ്ടി വരും.
അപ്പൊ അതിനൊക്കെ നമുക്ക് ടൈം അവിടെ നമ്മുടെ പഠിക്കാനുള്ള പല സമയവും പോകും. പക്ഷെ അത് ഗുണം ചെയ്യും ഒബ്വിയസ്ലി, യാതൊരു സംശയം വേണ്ട. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് ഈ എക്സാം സമയത്താണ് LLBക്കും LLMനും പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് കൂടുതൽ സമയം കിട്ടും. പിന്നെ നിങ്ങൾക്ക് പലരും മാറിയിരുന്ന് ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതും നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ്. പക്ഷെ പ്രാക്ടീസ് മൊത്തത്തിൽ മുടക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് മിസ്സിനെ അറിയായിരിക്കും, നമുക്ക് പ്രാക്ടിക്കൽ സെൻസിൽ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഒരു പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം അല്ലെ മിസ്സേ? അതെ അതെ തീർച്ചയായും. നമ്മളിപ്പോ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതായിരിക്കും, ഏത് ഏരിയ ആണ് പ്രാക്ടീസിങ്, ഏരിയ ഓഫ് പ്രാക്ടീസിങ് ഏതാണ്, സിവിൽ ഓർ ക്രിമിനൽ എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വരുന്നുണ്ടാവുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിപ്പോ സിവിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സിവിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായി ചോദിക്കുക, അതും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സെക്ഷൻസിൽ നമുക്ക് വായിച്ചത് നമുക്ക് ഒരു മീനിങ് ആണെങ്കിലും ഓരോ ജഡ്ജ്മെന്റ്സിൽ നമുക്ക് വേറെ മീനിങ് വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അത് ചോദിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അപ്പീൽ പോവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളുടെ ഓഫീസിൽ ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഫീസിൽ നമ്മൾ ഏത് ജേർണൽസ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആക്ച്വലി നമുക്ക് പ്രാക്ടീസിങ് ഇല്ല എങ്കിലും നമുക്ക് ഇന്റർവ്യൂ എത്താം, നമുക്ക് കുഴപ്പമില്ല. നമുക്ക് പ്രാക്ടീസിങ് ഇല്ലാത്ത ഒരുപാട് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഇപ്പൊ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോ മാൻഡേറ്ററി ആയിട്ട് വന്ന സ്ഥിതിക്കും അതേപോലെ തന്നെ പ്രാക്ടീസിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഒരു ജുഡീഷ്യൽ ഓഫീസർ എന്ന് പറയുമ്പോൾ അവർക്ക് അറിയണം എങ്ങനെയാണ് അവരുടെ മുന്നിൽ വരുന്ന അഡ്വക്കേറ്റ്സ് എന്തൊക്കെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്നുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പ്രാക്ടീസിങ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ജുഡീഷ്യൽ ഓഫീസേഴ്സും പ്രാക്ടീസിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഡിഫറൻഷിയേറ്റ് കാണാനായിട്ട് പറ്റും. ഇമ്പോർട്ടന്റ് ആണ് പ്രാക്ടീസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഔട്ട് ഫീ സ്ട്രക്ചർ ഇൻക്ലൂഡിംഗ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ആണോ? അതെ, നമ്മളിപ്പം കൊടുത്തിരിക്കുന്ന ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് റൈറ്റിംഗ് പ്രാക്ടീസ് പോലെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് മെയിൻസിൻ്റെതായിട്ടുള്ള റൈറ്റിംഗ് പ്രാക്ടീസ് പോലെയുള്ള ബേറാക്റ്റുകളെല്ലാം നമ്മൾ മുമ്പേ എടുത്ത് സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും മിസ് പറഞ്ഞതുപോലെ തന്നെ പ്രിലിംസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മെയിൻസിൻ്റെതായിട്ടുള്ള ബേറാക്റ്റുകളെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് തുടങ്ങും, പാരലലി നമ്മൾ പഠിച്ചു തുടങ്ങും. ദെൻ അതിന്റെ റൈറ്റിംഗ് പ്രാക്ടീസ് പോലെയുള്ള കാര്യങ്ങളെല്ലാം തരുന്നത് പ്രിലിംസ് പാസ്സാവുന്നവർക്കായിരിക്കും. അല്ലാതെ നമ്മൾ റൈറ്റിംഗ് പ്രാക്ടീസ് കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും എഫേർട്ടുള്ള കാര്യമാണ്. നമ്മൾ നിങ്ങൾ എഴുതിപ്പിക്കുക, ദെൻ എഴുതിയത് ശരിയാണോ നോക്കി ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരിക എന്ന് പറയുന്നത് ഈ പ്രിലിംസ് പാസ്സാവുന്നവർക്കായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മാർക്ക് സ്കോർ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും നമ്മൾ തരുന്നുണ്ടാവുക. ഒബ്വിയസ്ലി പ്രിലിംസ് പ്ലസ് മെയിൻസ് തന്നെയാണ്. നിങ്ങൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മെയിൻസും കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് കയറുന്നത് വരെ നമ്മൾ കൂടെ ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. ഓക്കെ, ദെൻ അതിന് നമ്മൾ എക്സ്ട്രാ ഫീസ് പ്രിലിംസിന് ഇപ്പോൾ ഈ ഒരു കോഴ്സിൽ കയറുന്നവരിൽ നിന്നും എക്സ്ട്രാ ഫീസ് നമ്മൾ വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ദെൻ ഓൾസോ ഫൗണ്ടേഷൻ കോഴ്സ് ഡ്യൂറേഷൻ 1 year ആയിരിക്കും കേട്ടോ. നോർമൽ ഈ റെഗുലർ ബാച്ച് അപ് ടു എക്സാം ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എക്സാമിന് കയറുന്നവരെ ആണ്. ഐ മീൻ പ്രിലിംസ് ആണ്, പ്രിലിംസ് കഴിയുന്നവരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻസ് ക്ലാസ് ആയിട്ടുള്ളവർക്കെല്ലാം മെയിൻസിന്റെ സപ്പോർട്ട് കിട്ടും. ദെൻ ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് ഇന്റർവ്യൂവിന്റെ സപ്പോർട്ട് കിട്ടും. എല്ലാം നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരുന്നവരെ എന്നുള്ള രീതിയിലാണ്, ഇന്റർവ്യൂ കഴിയുന്നത് വരെ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ റെഗുലർ കോഴ്സ് കിട്ടും. ബട്ട് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ 1 year ഡ്യൂറേഷൻ ആണ്. അതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, ഐ മീൻ ഒരു പെർട്ടിക്കുലർ എക്സാം ഡേറ്റ് വെച്ചിട്ടല്ലല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ഈ വർഷം എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ കോഴ്സ് ഉള്ളത്. സോ 1 year ആയിരിക്കും ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. Okay. Yes. Any other doubt? So അങ്ങനെയാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്താലോ? സോ ഈ ഒരു ക്ലാസ്സിനകത്ത്, ഈ സെഷനകത്ത് നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു, കുറെ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഗുണം ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബേസിക് ഐഡിയ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിലബസ് എല്ലാം സ്പ്ലിറ്റ് ചെയ്തു. കഴിഞ്ഞ വർഷങ്ങളിലെ അനാലിസിസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസോട് കൂടി ഐശ്വര്യ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഐശ്വര്യ മിസ്സിനും അതോടൊപ്പം തന്നെ നിങ്ങളെ പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും, ഓരോ സ്റ്റുഡൻസിനും നന്ദി പറയാണ്. നമ്മളോടൊപ്പം തന്നെ അഡ്ഹോക് ലേണിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരെയും കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. സോ താങ്ക് യു ഓൾ, ഗുഡ് നൈറ്റ്.